വെൽക്കം ടു വൺസ്. ഇന്ന് നമ്മൾ KTU യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. 2019 സ്കീമിലെ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നമ്മൾ കഴിഞ്ഞ 2 മൊഡ്യൂൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇതാണ് മൊഡ്യൂൾ 3യുടെ സിലബസ്. മൊഡ്യൂൾ 3യിൽ നമ്മൾ മെയിനായിട്ടും കോമ്പിനേഷൻ ആൻഡ് അരിത്തമെറ്റിക് സർക്യൂട്ട്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ആഡർ, സബ്ട്രാക്ടർ, മൾട്ടിപ്ലെക്സർ, ഡിമൾട്ടിപ്ലെക്സർ, ദെൻ എൻകോഡർ, ഡീകോഡർ, മറ്റ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, BCD ആഡേഴ്സ്, കമ്പാരറ്റേഴ്സ്, പിന്നെ അതിൻ്റെ വെരിലോഗ് കോഡ്സ്. ഇത്രയാണ് ഇതിൻ്റെ സിലബസ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഫസ്റ്റ് പാർട്ട് എ, അതിനുശേഷം നമ്മൾ പാർട്ട് ബി ഡിസ്കസ് ചെയ്യും. സോ പാർട്ട് എ നമുക്കറിയാം എല്ലാം 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, ഡിസൈൻ എ 1-bit കമ്പാരറ്റർ സർക്യൂട്ട് യൂസിങ് ലോജിക് ഗേറ്റ്സ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് realize an 8:1 multiplexer using 4:1 multiplexer and gates. So first question നോക്കാം. Design a 1-bit comparator circuit using logic gates. ഇതിൽ 1-bit comparator circuitന്റെ ലോജിക് ഡയഗ്രാം ആണിത്. ഇപ്പോൾ കമ്പാരറ്ററിൽ നമുക്കറിയാം 1-bit കമ്പാരറ്റർ ആയതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ഓരോ നമ്പേഴ്സും 1 ബിറ്റ് ആയിരിക്കും. സോ എയും ബിയും ആണ് ഇവിടുത്തെ നമ്മുടെ 2 ഇൻപുട്ട്. ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 3 രീതിയിലാണ്. കമ്പാരറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ്. നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് 2 ഇൻപുട്ട്സ്. ആ കമ്പയർ ചെയ്യുന്ന 2 ഇൻപുട്ട്സ് ഈക്വൽ ആവാം, ഗ്രേറ്റർ ആവാം, ലെസ് ആവാം. ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കണ്ടീഷൻ ഈക്വൽ ആണോ എന്നുള്ളത്, അതായത് എയും ബിയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സെക്കൻഡ് വൺ, എ ഗ്രേറ്റർ ദാൻ ബി. സോ ഗ്രേറ്റർ ആയിട്ടുള്ള കണ്ടീഷനാണ് എ ഗ്രേറ്റർ ദാൻ ബി. ലെസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ് എ ലെസ് ദാൻ ബി. ഇങ്ങനെ 3 കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ സ്കീമിൽ തന്നിരിക്കുന്നത് ട്രൂത്ത് ടേബിളിന് 1 മാർക്ക്, ഇക്വേഷൻസിന് 1 മാർക്ക്, ഡയഗ്രത്തിന് 1 മാർക്ക്. ഇത് 3ഉം നമ്മൾ കറക്റ്റായിട്ട് തന്നെ എഴുതി പോയാൽ മാത്രമേ 3 മാർക്ക് കിട്ടുള്ളൂ. സോ ഫസ്റ്റ് ട്രൂത്ത് ടേബിൾ നോക്കാം. ട്രൂത്ത് ടേബിൾ ഇൻപുട്ട്സ് എ ബി ആണ്. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും കാണിക്കുന്ന ഒരു കോമ്പിനേഷനുള്ള ഒരു ടേബിളാണിത്. ആ ടേബിളിൽ ഇൻപുട്ട്സ് എയും ബിയും പിന്നെ ഈക്വൽ, ഗ്രേറ്റർ, ലെസ് എന്ന് പറഞ്ഞിട്ട് 3 ടേബിളും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ 3 കോളംസ് നമ്മുടെ ഔട്ട്പുട്ട്സ് ആണ്. ഒന്ന് ഈക്വൽ ടു, ഇത് ഗ്രേറ്റർ ദാൻ, ഇത് ലെസ് ദാൻ. സോ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് 1 ബിറ്റ് ആയതുകൊണ്ട് തന്നെ എയും ബിയും ഓരോ ബിറ്റ് നമ്പേഴ്സ് ആണ്. സോ 0 0 0 1 1 0 1 1 ഇതൊക്കെയാണ് നമ്മുടെ കോമ്പിനേഷൻസ്. ഇപ്പം ഇവിടെ എടുത്തിരിക്കുന്ന നമ്പേഴ്സിൽ 0 0 0 1 1 0 1 1. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈക്വൽ ടു എവിടെയാണെന്നാണ്. സോ എയും ബിയും ഈക്വൽ ആവുന്ന കണ്ടീഷൻ ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം ആദ്യം. 0 0. സോ 0 0 എന്ന് പറയുമ്പോൾ എ ഈക്വൽ ടു ബി ആണ്. അപ്പോൾ ആ ഈക്വൽ ആവുന്ന കേസിൽ മാത്രം നമ്മൾ അതത് കോളത്തിൽ 1 കൊടുക്കുന്നു. സോ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും ഈക്വൽ ആണെങ്കിൽ മാത്രം ഈ ഒരു കോളം, ഈക്വൽ ടു എന്ന് പറയുന്ന കോളം വാലിഡ് ആണ്, അത് റിയൽ ആണെന്നാണ് അതിൻ്റെ മീനിങ്. സോ 0 0 കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ 1 കൊടുക്കാം. സോ ഇതവിടെ വാലിഡ് ആണ്. 0 1, ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം 0യും 1ഉം നോക്കിക്കഴിഞ്ഞാൽ എ ആണ് ഗ്രേറ്റർ. അപ്പോൾ അവിടെ ഈക്വൽ ടുവിൻ്റെ കോളത്തിൽ നമ്മൾ 0 കൊടുത്തു. ദെൻ അടുത്തത് 1 0 കോമ്പിനേഷൻ. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എ ആണ് ഗ്രേറ്റർ എന്ന് മനസ്സിലാവും. സോ അവിടെയും 0. ഇനി ഈക്വലായി വരുന്ന അടുത്ത കണ്ടീഷൻ എവിടെയാണ്? 1 1 ആണ്. സോ 1 1 ആയി വരുമ്പോൾ ഈക്വൽ ടു കണ്ടീഷൻ വാലിഡ് ആണ്. സോ അവിടെ നമ്മൾ 1 കൊടുത്തു. ഇനി നെക്സ്റ്റ് കോളം ഗ്രേറ്റർ ആണ്, എ ഗ്രേറ്റർ ദാൻ ബി. ഇവിടെയും ഇതേപോലെ തന്നെ നമ്മൾ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. എ ബി ചെക്ക് ചെയ്ത് നോക്കി, എ ബി ഇവിടെ ഈക്വൽ ആണ്. സോ ഗ്രേറ്റർ ആവില്ല. അത് അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രമാണ് വാലിഡ് ആവുള്ളൂ. സോ 0 കൊടുത്തു. 0 1 നോക്കുമ്പോൾ 0 ആണ്. 1 0 നോക്കുമ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണ്. അതുകൊണ്ട് നമ്മളിവിടെ 1 കൊടുത്തു. പിന്നെ 1 1 കണ്ടീഷൻ ഓൾറെഡി ഈക്വൽ ടുവിൽ 1 ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഗ്രേറ്ററിലത് 0 ആയിരിക്കും. നെക്സ്റ്റ് കോളം ലെസ് ആണ്. ഇതിൽ എ ലെസ് ദാൻ ബി. 0 0 0 ആണ്. 0 1 എന്ന് പറയുമ്പോൾ ബി ആണ് ഇവിടെ ഗ്രേറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്ന കണ്ടീഷനിൽ വ്യക്തമായി എഴുതുക എ ആണോ ബി ആണോ ഗ്രേറ്റർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ എ ലെസ് ദാൻ ബി എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എ ലെസ് ദാൻ ബി എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ വാലിഡ് ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ 1 കൊടുത്തു. ഇനി 1 0 പറയുമ്പോൾ 1 ആണ് ഇവിടെ ഗ്രേറ്റർ. ദാറ്റ് മീൻസ് ബി എവിടെ എന്താണ്? ലെസ് ആണ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി കണ്ടീഷൻ മാത്രമേ ഇവിടെ വാലിഡ് ആവുള്ളൂ. സോ 1 0 എന്ന് പറയുന്ന കോമ്പിനേഷന് കറസ്പോണ്ടിങ് 0 വരും. പിന്നെ 1 1, അപ്പോൾ അതിലും ഈക്വൽ വാലിഡ് ആയതുകൊണ്ട് ലെസ് ദാൻ കണ്ടീഷൻ 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രൂത്ത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇതിന് 1 മാർക്കാണുള്ളത്. ഇനി അടുത്തത് നമ്മുടെ ഇക്വേഷൻസ്. നമ്മൾ എഴുതിയ ട്രൂത്ത് ടേബിൾ ഇത് ഇവിടെ ഉണ്ട്. അതിൽ എ ബി നമ്മൾ കമ്പയർ ചെയ്യാണ്. കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വൽ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ നമ്മൾ എഴുതി. അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻസ് എഴുതുന്നതെന്ന് വെച്ചാൽ
ഈ 1 എവിടെയൊക്കെയാണോ ഉള്ളത് അതിനെയെല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുക. അപ്പോൾ ഇവിടെ എവിടെയൊക്കെയാണ് 1 ഉള്ളത്? 0 0 1 ആണ്. സോ ഞാനത് സർക്കിൾ ചെയ്തു. അതേപോലെ തന്നെ ഒരു കോളം ആദ്യം ചെയ്യുക, അതിനുശേഷം അടുത്തേക്ക് പോവുക. എല്ലാം ഒരുമിച്ച് ചെയ്യാൻ നോക്കരുത്, തെറ്റിപ്പോവും. വീണ്ടും നോക്കുക, ഈ ഒരു പെർട്ടിക്കുലർ കോളത്തിൽ എവിടെയാണ് 1 ഉള്ളത്? 1 1 എന്ന് പറയുന്ന കണ്ടീഷനിലുണ്ട്. സോ 2 സ്ഥലത്താണ് നമുക്കവിടെ 1 ഉള്ളത്. ഒന്ന് 0 0യിലും അടുത്തത് 1 1ലും. അപ്പോൾ ഇതിനെ 0 0 എന്ന് പറഞ്ഞാൽ എ ബിയുടെ ടേംസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എ ബാർ ബി ബാർ. അടുത്തത് 1 1 എന്ന് പറയുന്ന കണ്ടീഷൻ എയും ബിയും ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും നമ്മൾ SOP ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സം ഓഫ് പ്രോഡക്റ്റ് ആണ്. സോ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന എ ബാർ ബി ബാറും എ ബി എന്ന് പറയുന്ന ടേമിനെയും സം വച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സോ എ ബാർ ബി ബാർ പ്ലസ് എ ബി എന്ന് പറയുന്ന കണ്ടീഷനാണ് ഈക്വൽ ടു ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടി. അടുത്തത് എ ഗ്രേറ്റർ ദാൻ ബി. ഇതേപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന 1 എവിടെയാണ്? 1 0 എന്ന് പറയുന്ന കണ്ടീഷനിലാണ്. ദിസ് ഇസ് 1 0. അപ്പോൾ ഈ 1 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇതേപോലെ തന്നെ 1 എന്ന് പറഞ്ഞാൽ അത് എ ആണ്, 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ബിക്ക് കറസ്പോണ്ടിങ് ബി ബാർ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? എ ഇൻറ്റു ബി ബാർ എന്ന് എഴുതാം. സോ എ ഇൻറ്റു ബി ബാർ ആണ് ഗ്രേറ്റർ ദാൻ കണ്ടീഷൻ. ഇത് നമുക്ക് ഇതിൽ എ ഗ്രേറ്റർ ദാൻ ബി ഇവിടെയാണ്. ഓക്കെ, എ ഇൻറ്റു ബി ബാർ. നെക്സ്റ്റ് ലെസ് ദാൻ കണ്ടീഷൻ. സോ ലെസ് ദാൻ കണ്ടീഷനിൽ ഇവിടെ മാത്രമേ 1 ഉള്ളൂ. അപ്പോൾ അത് ഏതാണ്? എ ബാർ ഇൻറ്റു ബി ആണിത്. എ ബാർ ഇൻറ്റു ബി. സോ ഇവിടെ നമുക്ക് ലെസ് ദാൻ കണ്ടീഷൻ കിട്ടി. അപ്പോൾ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഇങ്ങനെ 3 കണ്ടീഷൻസ് നമുക്ക് കിട്ടി. ഇതിന് വീണ്ടും ഒരു മാർക്കുണ്ട്. സോ കറക്റ്റായിട്ട് തെറ്റാതെ ട്രൂത്ത് ടേബിളിൽ നിന്ന് എടുത്ത് എഴുതുക. നെക്സ്റ്റ് സർക്യൂട്ട് ഡയഗ്രാം ആണ്. നമുക്കറിയാം, ഒരു പെർട്ടിക്കുലർ SOP ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെല്ലാം അത് പഠിച്ചതാണ്. ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം ആക്കാൻ അറിയാം. ഇത് ഗേറ്റ്സ് വെച്ചിട്ട് മാത്രമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ലെസ് ദാനിൻ്റെ നോക്കാം. ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ലെസ് ദാൻ ആണ്. സോ ലെസ് ദാനിൽ എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ എ ബാർ ബി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ട്സ് എപ്പോഴും എന്താണ്? എയും ബിയും മാത്രമേ ഉള്ളൂ. സോ എ ബി ഇൻപുട്ട് നമ്മൾ ആദ്യം കൊടുത്തു. എ ബാർ ബി, ബാർ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇൻവെർട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു നോട്ട് ഗേറ്റ് നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ ഇത് എ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എ ബാർ ആണ്. സോ എ ബാർ ഇൻറ്റു ബി, അതാണ് ലെസ് ദാൻ കണ്ടീഷൻ. സോ ഒരു ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തു ഇവിടെ. സോ എ ബാറിനെയും ബിയുടെയും നമ്മൾ ആൻഡ് ചെയ്തപ്പോൾ എ ലെസ് ദാൻ ബി കണ്ടീഷൻ കിട്ടി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഈക്വൽ ടു ആണ്. ഈക്വൽ ടുവിൽ എ ബാർ ബി ബാർ പ്ലസ് എ ബി. എ ബാർ ബി ബാർ പ്ലസ് എ ബി എന്നുള്ളത് നമുക്കറിയാം, എ ബാർ ബി ബാർ പ്ലസ് എ ബി എന്ന് പറയുന്നതിനെ നമുക്ക് എ എക്സ് നോർ ബി എന്ന് പറഞ്ഞു എഴുതാം. എ എക്സ് നോർ ബി. അതേസമയം എ ബി ബാർ പ്ലസ് എ ബാർ ബി ആണെന്നുണ്ടെങ്കിൽ അത് എ എക്സോർ ബി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്നോർ ഗേറ്റ് ആണ് ആവശ്യമുള്ളത്. ഇത്രയും നീട്ടിയത് എഴുതണേനും ഇത്ര അധികം ഗേറ്റ്സ്, ഇപ്പോൾ ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാതെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഗേറ്റ് വേണമെന്ന് നോക്കൂ. ഫസ്റ്റ് നമുക്കൊരു ആൻഡ് ഗേറ്റ് വേണം, വീണ്ടും ആൻഡ് ഗേറ്റ് വേണം, നോട്ട് ഗേറ്റ്സ് 2 വേണം, പിന്നെ ഒരു ഓർ ഗേറ്റ് വേണം. അപ്പോൾ ഇത്ര വലിയ സർക്യൂട്ട് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഏത് സർക്യൂട്ട് ചെയ്യാൻ തന്നാലും സിംപ്ലിഫൈ ചെയ്ത് മിനിമം നമ്പർ ഓഫ് ഗേറ്റ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എ ബി വീണ്ടും കോമൺ കണക്ഷൻ ആയതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കണക്ഷൻ കൊടുത്തു. എക്സ്നോർ ഗേറ്റ് ആണിത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് മൊഡ്യൂളിലെല്ലാം ഗേറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ. സോ എക്സ്നോർ ഗേറ്റ് ആണ്. സോ എക്സോറിൻ്റെ കൂടെ ഒരു ബബിൾ ചെയ്തു. സോ ഈക്വൽ ടു ബി കിട്ടി. ഈ ലാസ്റ്റ് വൺ നമ്മുടെ എ ഗ്രേറ്റർ ദാൻ ബി ആണ്. ദാറ്റ് ഈസ് എ ഇൻറ്റു ബി ബാർ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ എ ബാർ ബി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് എ ബി ബാർ ആണ്. സോ നമ്മളിവിടെ എ അങ്ങനെ കണക്ഷൻ കൊടുത്തു, ബിയിൽ നിന്നും ഒരു നോട്ട് ഗേറ്റ് കൊടുത്തു. സോ ഇവിടെ നമുക്ക് ബി ബാർ കിട്ടി. സോ എ ഗ്രേറ്റർ ദാൻ ബി നമുക്കിവിടെ കിട്ടും. ഇനി നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം കഴിഞ്ഞു. സോ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ആണ്. ട്രൂത്ത് ടേബിൾ എഴുതാനായിട്ട് ഇൻപുട്സ് കൊടുക്കുക, റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുക, ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണ് നമുക്ക് വേണ്ടത്. 1 ബിറ്റ് കമ്പാരറ്റർ ആയതുകൊണ്ട് ഓരോ ബിറ്റാണ് എയും ബിയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 2 ബിറ്റാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ A1 A0 എന്ന് 2 ബിറ്റ് എയും ബി അതുപോലെ തന്നെ B1 B0 എന്ന് 2 ബിറ്റും എടുക്കണം. എന്നിട്ട് വേണം കമ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ബിറ്റും കമ്പയർ ചെയ്തു, കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ലോജിക് എക്സ്പ്രഷൻസ് എഴുതി, ഇക്വേഷൻസ് എഴുതി, അതിനുശേഷം നമ്മൾ ഗേറ്റ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. സോ നെക്സ്റ്റ് ഗോ ടു ദി നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. That is, realize an 8:1 multiplexer using 4:1 multiplexer and gates.
ഇവിടെ നമുക്ക് വേണ്ടത് ഒരു 8:1 മൾട്ടിപ്ലക്സർ ആണ്. സോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് 2 4:1 മൾട്ടിപ്ലക്സറും ഗേറ്റും വെച്ചിട്ടാണ്. സോ ഇവിടെ 2 4:1 മൾട്ടിപ്ലക്സറിൻ്റെ ഡയഗ്രാം നിങ്ങൾക്ക് കാണാം. 4:1 മൾട്ടിപ്ലക്സറിന് 4 ഇൻപുട്സും ഒരു ഔട്ട്പുട്ടുമാണുള്ളത്. നെക്സ്റ്റ് 4:1 മൾട്ടിപ്ലക്സറും അതേപോലെ തന്നെ 4 ഇൻപുട്ടുകളും ഒരു ഔട്ട്പുട്ടും. ഇതിനെ രണ്ടിനെയും കൂടി നമുക്ക് കണക്ട് ചെയ്യുന്നത് 2 സെലക്ട് ലൈൻസ് വഴിയാണ്. നമുക്കറിയാം ഒരു 4:1 മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 4:1 മൾട്ടിപ്ലക്സറിൽ 4 ഇൻപുട്സ് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും, അതേപോലെ തന്നെ 2 സെലക്ട് ലൈൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് n സെലക്ട് ലൈൻസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 2:n ആയിരിക്കും അതിൻ്റെ നമ്പർ ഓഫ് ഇൻപുട്സ്. ഇതാണ് അതിൻ്റെ കണക്ക്. n ആണ് നമ്മുടെ നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് എന്നുണ്ടെങ്കിൽ 2:n ആയിരിക്കും നമ്മുടെ നമ്പർ ഓഫ് ഇൻപുട്സ്. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 2 ആണെന്നുണ്ടെങ്കിൽ 2:2 4 ആണ്. ഇങ്ങനെയാണ് നമുക്ക് 4 ഇൻപുട്ട് ലൈൻസ് ആണെന്നുള്ളത് കിട്ടുന്നത്. ഇപ്പോൾ 2 സെലക്ട് ലൈൻസ് ആയതുകൊണ്ട് നമുക്കതിനെ S1 S0 എന്ന് വിളിക്കാം. സോ S1 S0 ഇത് രണ്ടുമാണ് നമ്മുടെ സെലക്ട് ലൈൻസ്. കൂടാതെ ഫസ്റ്റ് മക്സിലെ 4:1 മക്സിലെ ഇൻപുട്സ് D0 D1 D2 D3 ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് മക്സ് അതിൻ്റെ ഇൻപുട്ട് D4 D5 D6 D7 ആണ്. ഇങ്ങനെ 2 മക്സ് ഉണ്ട്. ഈ 2 മക്സിന് നമ്മൾ കോമൺ ആയി ഒരു 2 സെലക്ട് ലൈൻസ് ആണ് കൊടുക്കുന്നത്. സോ രണ്ടിനെയും കോമൺ ആയിട്ട് S1 S0 എന്ന് പറഞ്ഞ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സെലക്ട് ലൈൻ ഇവിടെയാണ്. സാധാരണ നമ്മൾ മക്സൊക്കെ വരയ്ക്കുമ്പോൾ അറിയാം, മക്സിൻ്റെ താഴെയായിട്ട് 2 സെലക്ട് ലൈൻസ് കൊടുക്കാറുണ്ട്. S1 S0 ഒരു 4:1 മക്സ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത 4:1 മക്സിന് കോമൺ ആയതുകൊണ്ട് നമ്മൾ രണ്ടിനെയും നടുക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഈ സെലക്ട് ലൈൻസിനെ നമുക്ക് എങ്ങനെയാണ് ഒരു 8:1 മക്സ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് നോക്കാം. 8:1 മക്സ് ആണെന്നുണ്ടെങ്കിൽ n ഇവിടെ എന്തായിരിക്കും? n ശരിക്കും 3 ആയിരിക്കണം. സോ 2:3 8 ഇൻപുട്സ് ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻപുട്സ് കറക്റ്റ് ആണ്, നമ്മൾ 4 4 8 ഇൻപുട്സ് എടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് 3 സെലക്ട് ലൈൻ വേണം. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കണമെന്ന് നോക്കാം. ആദ്യത്തെ 2 സെലക്ട് ലൈൻ എന്ന് പറയുന്നത് ഓൾറെഡി 4:1 മക്സിൻ്റെ 2 സെലക്ട് ലൈൻ തന്നെയാണ്. എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു സെലക്ട് ലൈൻ കൂടി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ എനേബിൾ പിന്നാണ്. ഇപ്പോൾ ഈ എനേബിൾ പിൻ നമ്മൾ നോട്ട് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ S2 S1 S0 എന്ന രീതിയിൽ 3 സെലക്ട് ലൈൻ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് ഒരു എനേബിൾ പിൻ നോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ S1 S0 എന്ന് പറയുന്ന നമ്മുടെ മക്സിൻ്റെ 2 4:1 മക്സിൻ്റെ 2 സെലക്ട് ലൈൻസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വാല്യൂസ് കൊടുത്തു നോക്കാം. സെലക്ട് ലൈൻസ് നമ്മൾ കൊടുക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് 3 സെലക്ട് ലൈൻസ് ഉണ്ട് 8:1 മക്സിൻ്റെ. ഇപ്പോൾ ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കിയാൽ S1 S0 S2 3 സെലക്ട് ലൈൻസ്. ഈ 3 സെലക്ട് ലൈൻസിന് നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. ഇതാണ് നമ്മുടെ 3 സെലക്ട് ലൈൻസ്. ഈ 3 സെലക്ട് ലൈൻസ് നമുക്ക് ഓരോ വാല്യൂസ് കൊടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന എനേബിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫസ്റ്റ് മക്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് എനേബിൾ നോട്ട് ചെയ്തിട്ടും സെക്കൻഡ് മക്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ആ സെലക്ട് ലൈൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്നും അറ്റ് എ ടൈം ഈ സെലക്ട് ലൈൻ ഒരു പെർട്ടിക്കുലർ വാല്യൂ, ഫസ്റ്റ് സെലക്ട് ലൈൻ ഒരു വാല്യൂ വരുമ്പോൾ ഏതെങ്കിലും ഒരു മക്സാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ മക്സിലെ 2 സെലക്ട് ലൈൻ അനുസരിച്ചിട്ട് ഓരോ ഇൻപുട്ടിനെയും അത് ഔട്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ലോജിക്കാണ് അതിൻ്റെ. എന്നിട്ട് ഈ രണ്ടിനെയും കൂടി നമ്മൾ ഓർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഈ ഓരോ മക്സിൻ്റെ ഔട്ട്പുട്ട് Y1 Y2 ആണ്. അപ്പോൾ Y1 എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, Y2 എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, Y1ൻ്റെ ഉള്ളിൽ ഓരോ ഇൻപുട്സും എങ്ങനെയാണ് ഔട്ടിലേക്ക് കണക്റ്റ് ആയി വരുന്നത്, മക്സ് സെലക്ട് ചെയ്ത് വരുന്നത്, ഔട്ടിലേക്ക് എങ്ങനെയാണ് അത് ഓർ ചെയ്യുന്നത്, ഇത്രയും നോക്കാം. സോ ഫസ്റ്റ് വൺ നമുക്ക് വേണ്ട ഇൻപുട്ട് 0 0 0 കോമ്പിനേഷനാണ്. സോ ഇവിടെ നമ്മൾ 0 0 0 കോമ്പിനേഷൻ ഇട്ട് കൊടുത്തു. സോ ഫസ്റ്റ് S2 എന്ന് പറയുന്നത് 0 ആണ്. സോ നോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് 1 വരും. അതേസമയം ഈ പെർട്ടിക്കുലർ എനേബിൾ പിന്നിൽ നമുക്ക് 0 ആണ് കിട്ടുന്നത്. എനേബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പർട്ടിക്കുലർ ഇൻപുട്ട് എനേബിളിൽ വരുന്ന ഇൻപുട്ട് ഹൈ ആയിട്ട് നിൽക്കുന്നു, ആ പർട്ടിക്കുലർ മക്സിൻ്റെ ഔട്ടിലേക്ക് അത് സെലക്ട് ആവും. ആ പർട്ടിക്കുലർ മക്സിനെ അത് സെലക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ എനേബിൾ ഹൈ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഫസ്റ്റ് മക്സിലാണ്. സോ ഇവിടെ ഈ മക്സാണ് സെലക്ട് ആവുന്നത്. ഈ മക്സിൽ S1 S0ൻ്റെ വാല്യൂ 0 0 ആണ്. സോ S1 S0ൻ്റെ വാല്യൂ 0 0 ആകുമ്പോൾ
നമുക്കറിയാം ഒരു 4:1 മക്സിൽ 00 വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡാറ്റ ലൈൻ ആണ് അവിടെ സെലക്ട് ആവുന്നത്. D0 to D3 ഫസ്റ്റ് ഡാറ്റ ലൈൻ സെലക്ട് ആവും. സോ ഫസ്റ്റ് ഡാറ്റ ലൈൻ ആണ് നമുക്കിവിടെ D0 ആണ് കിട്ടുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ 01 നെക്സ്റ്റ് വാല്യൂ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 0 തന്നെ ഫസ്റ്റ് 1 നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ട്രൂത്ത് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 4 വാല്യൂസിലും S2 വാല്യൂ 0 ആണ്. അപ്പോൾ ഈ ആദ്യം 4 വാല്യൂസിൽ സെലക്ട് ആവുന്നത് ഏതായിരിക്കും? ഒബ്വിയസ്ലി 4:1 മക്സ്, ഫസ്റ്റ് 4:1 മക്സ് ആയിരിക്കും അവിടെ സെലക്ട് ആവുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഇതിലെല്ലാത്തിലും നമുക്ക് സെലക്ട് ആവുന്നത് 4:1 മക്സ്, ഫസ്റ്റ് 4:1 മക്സും അടുത്ത 4 കേസിൽ നമുക്ക് സെലക്ട് ആവുന്നത് രണ്ടാമത്തെ 4:1 മക്സും ആയിരിക്കും. സെക്കൻഡ് 4:1 മക്സുമാണ്. കാരണം ഇവിടെ S2 എന്ന് പറയുന്ന വാല്യൂ 1 ആവുന്ന കേസിൽ മാത്രമാണ് ഈ എനേബിൾ ഹൈ ആവുന്നത്. അതേസമയം ഇവിടെ 1 ആകുമ്പോൾ ഈ നോട്ടിൻ്റെ ഔട്ട്പുട്ട് 0 ആവും. അപ്പോൾ ഇത് ഡിസേബിൾ ആവുകയും ചെയ്യും, ഈ ഒരു പെർട്ടിക്കുലർ മക്സ് എനേബിൾ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 4 കേസുകൾ നോക്കാം. ആദ്യത്തെ കേസ് നമ്മൾ നോക്കി, ഇവിടെ നമ്മൾ 0 കൊടുത്തു. ഈ ഒരു പെർട്ടിക്കുലർ മക്സ് ആണ്, ഫസ്റ്റ് മക്സ് ആണ് സെലക്ട് ആയത്. അതിൽ 00 വീണ്ടും S1 S0 നമ്മൾ കൊടുത്തു. സോ D0 ആണ് അവിടെ സെലക്ട് ആയത്. ഇനി നമുക്ക് ഈ 2 സെലക്ട് ലൈൻ മാത്രം ബോദർ ചെയ്താൽ മതി. S1 S0 കേസിൽ 01 കൊടുക്കുകയാണെങ്കിൽ D1 സെലക്ട് ആവും. അടുത്ത കേസിൽ നമ്മൾ 00 കൊടുത്തു, ദെൻ 01 കൊടുത്തു, പിന്നെ 10 കൊടുക്കുകയാണെങ്കിൽ D2 സെലക്ട് ആവും. അതേപോലെ തന്നെ 11 കൊടുക്കുന്ന കേസിൽ D3 സെലക്ട് ആവും. ഇങ്ങനെ ഓരോ ഇൻപുട്ടും കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിലേക്ക് സെലക്ട് ആയിക്കൊണ്ടിരിക്കും. ഇനി അതേസമയം ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ നമ്മുടെ ഈ മക്സ് സെലക്ട് ആയിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. കാരണം ഈ ഒരു മക്സ് സെലക്ട് ആയാൽ മാത്രമാണല്ലോ അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ എഫക്റ്റ് 0 ആയിരിക്കും. അതായത് ഒന്നും തന്നെ ഡാറ്റ ലൈൻസ് ഒന്നും തന്നെ ഔട്ട്പുട്ടിലേക്ക് സെലക്ട് ആവില്ല. സോ ഒരു ഓർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ടിലേക്ക് എന്ത് വരുന്നോ അതിനെ ഓർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ D0 ഇവിടെ ഒന്നും തന്നെ ഇല്ല. 0 മീൻസ് ഇവിടെ ഔട്ട്പുട്ട് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ വരുമ്പോൾ D0 തന്നെയാണ് ഇൻ എഫക്റ്റ് ഇവിടെ സെലക്ട് ആയി വരുന്നത്. അടുത്ത കേസിൽ D1 സെലക്ട് ആയി വരും, പിന്നെ D2 സെലക്ട് ആയി വരും, പിന്നെ D3 സെലക്ട് ആയി വരും. ഇതാണ് ഫസ്റ്റ് S2ൻ്റെ കേസിൽ 0 നമ്മൾ കൊടുക്കുമ്പോഴുള്ള അവസ്ഥ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് 4 സെറ്റ്, അതിൽ S2 എന്ന് പറയുന്ന വാല്യൂ 1ഉം പിന്നെ ഇതേപോലെ തന്നെ കോമ്പിനേഷൻ 00 01 10 11 ആണ്. സോ S2 നമ്മൾ 1 കൊടുക്കുമ്പോൾ ഇവിടെ 1 വരും. ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ 0 ആണ് വരുന്നത്. അപ്പോൾ ഈ 1 നമുക്ക് ഇവിടെയും വരും. അപ്പോൾ ഈ ഒരു സെക്കൻഡ് 4:1 മക്സ് സെലക്ട് ആവും, ഇത് ഡിസേബിൾ ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിൻ്റെ ഓരോ ഇൻപുട്ട് എന്താണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിലേക്ക് വരിക. സോ ഇവിടെ 1 ആയ സ്ഥിതിക്ക് ഈ മക്സ് സെലക്ട് ആവും. വീണ്ടും നമ്മൾ കോമ്പിനേഷൻ പഴയ പോലെ 00 കൊടുക്കുക. അപ്പോൾ D4 ആണ് സെലക്ട് ആയി വരിക. ഇവിടെ D4 വരും. D4 സെലക്ട് ആയി കഴിഞ്ഞാൽ ഈ ഔട്ടിലേക്ക് നമുക്ക് D4 കിട്ടും. അതേപോലെ നെക്സ്റ്റ് 01 കൊടുത്തു കഴിയുമ്പോൾ D5 സെലക്ട് ആവും. 10 കൊടുക്കുമ്പോൾ D6 സെലക്ട് ആവും. 11 കൊടുക്കുമ്പോൾ D7 സെലക്ട് ആവും. അങ്ങനെ D4 D5 D6 D7 നമ്മളും 2 മക്സും ഒരു ഓർ ഗേറ്റും ഇവിടെ ഒരു നോട്ട് ഗേറ്റും യൂസ് ചെയ്തിട്ട് 8:1 മക്സ് ക്രിയേറ്റ് ചെയ്തു, ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇനി പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണ്. സോ പാർട്ട് എ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു നമുക്ക് തന്നിരുന്നത്. കമ്പാരിറ്റർ സർക്യൂട്ടും മക്സും ഒക്കെ വളരെ ഈസിയാണ്. ഇനി അടുത്തത് പാർട്ട് ബിയിൽ ഇംപ്ലിമെൻറ്റ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് യൂസിങ് മക്സ്, യൂസിങ് ആൻഡ് ഗേറ്റ്, യൂസിങ് XOR ഗേറ്റ്. And the third sub question is f of ABC equal to summation m of 0 3 5 6. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കുറച്ച് ലോജിക്കൽ എക്സ്പ്രഷനും അതുപോലെ തന്നെ ലോജിക് ഗേറ്റ്സും ആണ്. ഇതെല്ലാം തന്നെ നമ്മൾ മക്സ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് അല്ല, ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കണം. ആൻഡ് XOR അതുപോലെ തന്നിരിക്കുന്ന ഒരു SOP ഫംഗ്ഷൻ, ഇതെല്ലാം തന്നെ മക്സ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് റൈറ്റ് എ വെരിലോഗ് കോഡ് ടു ഇംപ്ലിമെൻറ്റ് 4:1 മക്സ്. 4:1 മക്സ് സർക്യൂട്ട് വരച്ച ശേഷം അതിൻ്റെ വെരിലോഗ് കോഡ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is implement a full adder circuit using 3:8 decoder. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ യൂസിങ് 1:8 ഡീമൾട്ടിപ്ലെക്സർ. ഒരു ഫുൾ ആഡർ സർക്യൂട്ട് ഇതേപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 3:8 ഡീകോഡർ വെച്ചിട്ടും അതേപോലെ 1:8 ഡീമൾട്ടിപ്ലെക്സർ വെച്ചിട്ടും. അതിൻ്റെയും വെരിലോഗ് കോഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 1 ബിറ്റ് ഫുൾ ആഡർ സർക്യൂട്ടിൻ്റെയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഈ വെരിലോഗ് എന്ന് പറയുന്ന സെക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്കിപ്പ് ചെയ്ത് കളയരുത്. എക്സാമിന് എന്തായാലും വെരിലോഗിൻ്റെ പാർട്ട് മസ്റ്റ് ആയിട്ടും ചോദിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
Implement the following function using mux. First AND gate, next XOR gate, and the third one is f of ABC equal to summation m of 0, 3, 5, 6. So first implement the following using mux. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏതൊരു പർട്ടിക്കുലർ മക്സ് എന്ന് അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. 4:1 മക്സ് എന്നോ 2:1 മക്സിനോ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഏത് മക്സ് ആണെന്ന് വെച്ചാൽ അത് എടുക്കാം. ഇപ്പോൾ ഒരു ആൻഡ് ഗേറ്റ് ആണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളത്. ആൻഡ് ഗേറ്റിന് നമുക്കറിയാം 2 ഇൻപുട്ടാണുള്ളത്. എ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഇൻപുട്ടായിട്ട് അതിനെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മക്സ് തന്നെ ചൂസ് ചെയ്യാം. 4 വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് 2:1 മക്സിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു 2:1 മക്സ് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ മാർക്കിൻ്റെ ഡിവിഷൻ ആൻഡ് ഗേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് 3 മാർക്ക്, എക്സോർ ഗേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ 3 മാർക്ക്, അതേപോലെ തന്നെ നെക്സ്റ്റ് ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റേഷന് 5 മാർക്ക്, നെക്സ്റ്റ് ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റേഷന് 3 മാർക്ക്. ഓക്കെ, ടോട്ടലാണ് 9 മാർക്ക്. ടോട്ടൽ 9 മാർക്കാണ്. സോ 3+3+3 എന്ന രീതിയിലാണ് ഇത് അടുത്ത ക്വസ്റ്റ്യൻ്റെ ഇവിടെ കയറി വന്നിരിക്കുന്നതാണ്. സോ ഇവിടെ നമുക്ക് ട്രൂത്ത് ടേബിൾ ഓഫ് ആൻഡ് ഗേറ്റ് നോക്കാം. ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എ ബി 0 0 0 1 1 0 1 1 4 കോമ്പിനേഷൻസ്. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. 0 0യുടെ കേസിൽ 0, 0 1ന് 0, 1 0ക്ക് 0, 1 1ന് മാത്രമാണ്. അതായത് 2 ഇൻപുട്ട്സും 1 ആവുന്ന കേസിൽ മാത്രമാണ് യുവർ ആൻഡ് ഗേറ്റ് വിൽ ഗിവ് യു ഔട്ട്പുട്ട് 1. അപ്പോൾ ബാക്കി എല്ലാ കേസിലും അത് 0 ആണ്. അപ്പോൾ നമുക്ക് ഔട്ട് എന്ന് പറയുന്നത് 0 ആവുന്നത് എ ഡിപ്പെൻഡ് ചെയ്ത് എങ്ങനെയാണ്, ബി എ ഡിപ്പെൻഡ് ചെയ്ത് എങ്ങനെയാണ്, ഒരു റിലേഷൻ നമ്മൾ ഉണ്ടാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് മക്സിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ നോക്കിയാൽ കാണാം A0 B0 ആവുന്ന കേസിൽ ഔട്ട് 0 ആണ്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഔട്ടിനെയും എയെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. സോ ഔട്ട് 0 വരുന്ന കേസുകളിൽ എ എങ്ങനെയാണ്? A0 ആവുന്ന കേസിൽ ഔട്ട് 0 ആണ്. ഇവിടെയും A0 ആവുന്ന കേസിൽ ഔട്ട് 0 ആണ്. ഇവിടെ A1 ആവുന്ന കേസിൽ 0 ആണ്. പക്ഷെ അത് നമുക്ക് ബി എയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ ഈ ഫസ്റ്റ് 2 കണ്ടീഷനിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം A0 ആവുന്ന കേസിൽ ഔട്ട് 0 തന്നെയാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഔട്ട് 0 വെൻ A = 0. നെക്സ്റ്റ് 2 കണ്ടീഷനിൽ നോക്കിയാൽ A1 ആവുന്ന കേസിൽ ബി എന്താണോ അത് തന്നെയാണ് നമ്മുടെ ഔട്ട്. ശ്രദ്ധിച്ച് നോക്കിയേ, A1 ആവുന്ന കേസിൽ ബി എന്താണോ അത് തന്നെയാണ് നമ്മുടെ ഔട്ട്. നമുക്ക് എഴുതാം ഔട്ട് ഈക്വൽ ടു ബി വെൻ A = 1. A1 ആകുന്ന കേസിൽ ഔട്ട് എന്ന് പറയുന്നത് ബി ആണ്. അതുപോലെ A0 ആവുന്ന കേസിൽ ഔട്ട് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇങ്ങനെ 2 കണ്ടീഷൻസ് നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമുക്കിത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു നോക്കാം. ആൻഡ് ഗേറ്റ് യൂസിങ് 2:1 മക്സ്. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ഒരു 2:1 മക്സ് ആണ്. സോ 2:1 മക്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം. n = 1 ആണെന്നുണ്ടെങ്കിൽ 2n = 2. ഇതാണ് 2:1 മക്സ് എന്ന് പറയുന്നത്. 2 ഇൻപുട്ടും 1 ഔട്ട്പുട്ടും ആണ് അതിനുള്ളത്. n എന്ന് പറയുന്നത് സെലക്ട് ലൈൻ ആണ്. സോ ഒരു സെലക്ട് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട്സ് എത്രയായിരിക്കും? 2 ആയിരിക്കും. 2 ഇൻപുട്ട്സും ഒരു ഔട്ട്പുട്ടും ഉള്ളതാണ് നമ്മുടെ 2:1 മക്സ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ഇൻപുട്ട് ഉണ്ട്. ഈ 2 ഇൻപുട്ടിൽ ഒരെണ്ണം എയും ഒരെണ്ണം ബിയും ആണ്. എ എന്ന് പറയുന്നതിനെ ഞാൻ എൻ്റെ സെലക്ട് ലൈൻ ആയിട്ട് ഇപ്പോൾ വച്ചിരിക്കുകയാണ്. ബി എന്ന് പറയുന്നത് ഞാനൊരു ഇൻപുട്ടായിട്ട് തന്നെ എടുത്തു. പിന്നെ എൻ്റെ സെക്കൻഡ് ഒരു ഇൻപുട്ട്, അതായത് ഇപ്പോൾ നമുക്ക് വേണ്ടത് 2 ഇൻപുട്ടും ഒരു സെലക്ട് ലൈനുമാണ്. അപ്പോൾ അതിൽ ഒരു ഇൻപുട്ടിനെ എ ബി എന്ന് പറയുന്നതിൽ ഒരെണ്ണത്തിന് ഞാൻ പെർമനൻ്റ് ആയിട്ട് എൻ്റെ സെലക്ട് ലൈൻ ആയിട്ട് എടുത്തു. ഇപ്പോൾ എ ആണെന്നുണ്ടെങ്കിൽ എയെ ഞാൻ സെലക്ട് ലൈൻ ആയിട്ട് എടുത്തു. കാരണം എന്താ, ഇവിടെ A = 0 ആകുമ്പോൾ ഔട്ട് എന്താണ്, A = 1 ആകുമ്പോൾ ഔട്ട് എന്താണ്, എയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, സാധാരണ രീതിയിൽ മക്സിലും നമ്മൾ പറയാറുണ്ട് സെലക്ട് ലൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഔട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുകൊണ്ട് സെലക്ട് ലൈൻ ആക്കാൻ പറ്റിയത് എ ആണ്. അപ്പോൾ അതുകൊണ്ട് എ ഞാൻ സെലക്ട് ലൈൻ ആക്കി. പിന്നെ ഒരൊറ്റ ഇൻപുട്ടേ ഉള്ളൂ ബി. പക്ഷെ നമുക്ക് 2 ഇൻപുട്ട് വേണം താനും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു ഇൻപുട്ട് കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഇൻപുട്ട് നമ്മൾ പെർമനൻ്റ്ലി ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇവിടെ പെർമനൻ്റ് ആയിട്ട് 0 ആണത്. പിന്നെ എ നമുക്ക് നോക്കാം. A0 ആവുന്ന കേസിൽ എന്താണ് ഔട്ട്പുട്ട് വരിക? ഔട്ട് = 0 ആണ്. ഓക്കെ, അപ്പോൾ A0 ആവുന്ന കേസിൽ ഇവിടെ നമ്മുടെ ഇത് ഒരു ഇൻപുട്ട് 1ഉം ഇത് ഇൻപുട്ട് 2 ആയിട്ട് എടുക്കുക. സോ A0 ആവുന്ന കേസിൽ ഇൻപുട്ട് 1 അഥവാ 0 ആണ് നമ്മുടെ ഔട്ടിൽ വരിക. അത് കറക്റ്റാണ്. സെക്കൻഡ് കേസിൽ നമുക്ക് നോക്കാം. എ വീണ്ടും 1 ആകുന്ന കേസിൽ A1 ആകുമ്പോൾ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട്? ഔട്ട് = B ആണ്. സോ A1 ആവുന്ന കേസിൽ സെലക്ട് ചെയ്യുന്നത്
രണ്ടാമത്തെ ഇൻപുട്ടിനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 1 വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. 2:1 മക്സിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി ഈ മക്സ് പറഞ്ഞിരിക്കുന്നത്. പെർമനൻ്റ് ആയിട്ട് ഫസ്റ്റ് ഇൻപുട്ട് ഗ്രൗണ്ട് ചെയ്ത് സെക്കൻഡ് ഇൻപുട്ട് നമ്മൾ 1 എന്ന് കൊടുക്കുക. സോ 1 കൊടുത്തു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ എന്താണോ അതനുസരിച്ചിട്ട് നമുക്ക് ഔട്ട് കിട്ടും. ഇനി ഇവിടെ ബി നിങ്ങൾ 0 കൊടുത്ത് നോക്കൂ. അങ്ങനെ കൊടുത്താലും എ 0 ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് 0 തന്നെയായിരിക്കും. എ 1 ആണെന്നുണ്ടെങ്കിൽ ബി എന്താണോ, ബി 0 ആണെങ്കിൽ ഔട്ടും 0 തന്നെ വരും. അപ്പോൾ ഇതിന് ഈക്വലൻ ടു ആൻഡ് ഗേറ്റ് ആണ്. ഇനി 2 ഇൻപുട്ട് XOR യൂസിങ് 2:1 മൾട്ടിപ്ലെക്സർ. ഇവിടെ നമുക്ക് XOR ഗേറ്റ് ആണ് ഇനി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത്. അപ്പോൾ XOR ഗേറ്റ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ XORന്റെ ട്രൂത്ത് ടേബിൾ XOR നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് XOR ഗേറ്റ് വരയ്ക്കുക. അപ്പോൾ XORന്റെ ട്രൂത്ത് ടേബിളിലും നമ്മൾ AB 2 ഇൻപുട്ട്സ് കൊടുക്കുന്നുണ്ട്. സോ AB കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. (0 0 0 1 1 0 1 1). അപ്പോൾ ഇവിടെ 0 0 0 1 1 0 1 1. XORന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം 1 ആവുന്ന കേസിലാണ് നമ്മുടെ ഔട്ട്പുട്ട് 1 വരുന്നത്. ബാക്കി എല്ലാ കേസിലും നമ്മുടെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ ഇവിടെ നമുക്ക് 0, ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 1. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ മക്സ് നോക്കിയാൽ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ അകത്ത് എ എന്ന് പറയുന്നതിനെ നമ്മൾ സെലക്ട് ലൈൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ ബി എന്ന് പറയുന്ന ഇൻപുട്ടിനെ നമ്മൾ ഷോർട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് ബി അറ്റ് എ ടൈം നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ 2 ഇൻപുട്ടായിട്ടാണ് ഈ മക്സിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തും 2:1 മക്സ് ആയതുകൊണ്ട് ഇത് നമ്മുടെ ഇൻപുട്ട് 1 ആയിട്ട് എടുക്കാം, ഇതിന് നമ്മൾ ഇൻപുട്ട് 2 ആയിട്ട് എടുക്കാം. ഇത് നമ്മുടെ സെലക്ട് ലൈൻ ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെൻ്റ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ സെലക്ട് ലൈൻ എയിൽ 0, ഓക്കെ, 0 0 ഉള്ള കേസിൽ 0 നമ്മൾ കൊടുത്തു. 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ആവുക. ഇവിടെ ആകെ നമുക്കൊരു ഇവിടെ ഒരു ഇൻപുട്ടേ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉള്ളൂ. പക്ഷേ ഇവിടെ 2 ഇൻപുട്ട് ഉള്ളത് കൊണ്ട് ഫസ്റ്റ് ഇൻപുട്ടാണ് സെലക്ട് ആവുന്നത്. അപ്പോൾ ബിയിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് എയിൽ 0 കൊടുത്തു, ബിയിലും നമ്മൾ 0 കൊടുക്കുകയാണ്. സോ ബിയിൽ 0 കൊടുക്കുന്ന സമയത്ത് ഈ 0 തന്നെയാണ് ഇവിടെ വരുന്നത്. സോ ആ 0 ആണ് ഇവിടേക്ക് സെലക്ട് ആവുന്നത്. ഓക്കെ, ഇനി അതേപോലെ നെക്സ്റ്റ് കേസിൽ എ 0 വരുമ്പോൾ ബി 1 കൊടുത്ത് നോക്കുക. നെക്സ്റ്റ് ബി 1 കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയും എ 0 ആയതുകൊണ്ട് ഫസ്റ്റ് ഇൻപുട്ട് സെലക്ട് ആവും. സോ 1 ആണ് ഔട്ട്പുട്ട് നമുക്ക് വരുന്നത്, 1 ആണ്. നെക്സ്റ്റ് കേസിൽ 1 0, എ 1 ആണ്. അപ്പോൾ എ 1 വരുന്ന കേസിൽ ബി നമ്മൾ 0 തന്നെ കൊടുക്കുകയാണ്, ബി 0 കൊടുക്കുകയാണ്. സോ എ 1 മീൻസ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് സെക്കൻഡ് ഇൻപുട്ടാണ്. സോ സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഈ ബി ഇങ്ങനെ തന്നെ നോട്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് നമ്മുടെ ഇൻ2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 0 ആയതുകൊണ്ട് തന്നെ ഈ 0 ഇത് നോട്ട് ചെയ്ത് 1 ആക്കും. സോ ഈ 1 ആണ് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുക. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് വീണ്ടും A1ഉം B1ഉമാണ്. സോ A1 കൊടുക്കുമ്പോൾ വീണ്ടും സെക്കൻഡ് ഇൻപുട്ടാണ് സെലക്ട് ആവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് B1 ആണ്. സോ B1 ആയതുകൊണ്ട് തന്നെ നോട്ട് ചെയ്തിട്ട് അത് 0 ആവും. സോ നമുക്കിവിടെ 0 കിട്ടും. നിങ്ങളുടെ ഔട്ട്പുട്ട്സ് നോക്കി 0 1 1 0 എക്സാക്ട്ലി സെയിം as ദാറ്റ് ഓഫ് XOR ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കുക, അല്ലാതെ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ഇത് ചെയ്യാനൊന്നും നിവൃത്തിയില്ല. അപ്പോൾ ട്രൂത്ത് ടേബിൾ ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ മക്സിനെ ഏത് രീതിയിൽ കണക്ട് ചെയ്യണം എന്നുള്ളത് പഠിച്ചു വെക്കുക. അപ്പോൾ 2:1 മക്സ് വെച്ച് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂത്ത് ടേബിൾ അനുസരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ എ ആണ് നമ്മൾ സെലക്ട് ലൈൻ ആയിട്ട് കൊടുക്കുന്നത്. കാരണം എ 0 ആകുമ്പോൾ ഔട്ട് എന്താണ്, A1 ആകുമ്പോൾ ഔട്ട് എന്താണെന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിലും എ സെലക്ട് ലൈൻ ആയിട്ട് വെച്ചിട്ട് നമുക്ക് കൊടുക്കുന്ന 2 ഇൻപുട്ടിൽ ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് മാത്രമാക്കിയിട്ട് എങ്ങനെ അതിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് is f of ABC equal to summation m of 0 3 5 6 using
4:1 മക്സ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു SOP ഫോമാണ് തന്നിരിക്കുന്നത്. സമ്മേഷൻ M ഓഫ് 0, 3, 5, 6 സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻപുട്സ് മാത്രമാണ് തന്നിരിക്കുന്നത്. ഇത് 4:1 മക്സ് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇൻപുട്സ് നോക്കിയാൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0 up to 7 വരെ, അതായത് 7 വരെയുള്ള ഇൻപുട്സ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ 6 വരെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സോ 7 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 2:3. ഓക്കെ, 2:3 എന്ന് പറയുമ്പോൾ 0, 0, 0, 0, 0, 1, 0, 1, 0, 0, 1, 1 up to 1, 1, 1. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് 0 up to 7 വരെ വരുന്നത്. അപ്പോൾ 0 up to 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ് വരുന്നത്. ഓക്കെ, 2:3. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര സെലക്ട് ലൈൻ വേണം? ശരിക്കും 3 സെലക്ട് ലൈനിൻ്റെ ആവശ്യമുണ്ട്. ബട്ട് 4:1 മക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും 2 സെലക്ട് ലൈനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 സെലക്ട് ലൈൻ ശരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ഇംപ്ലിമെൻറ്റേഷനിൽ വരും. പക്ഷേ അറ്റ് എ ടൈം നമുക്ക് ആകെ 2 സെലക്ട് ലൈനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം ABC എന്ന് പറയുന്നതിൽ ഏതൊക്കെ സെലക്ട് ലൈൻസ് ആണ് നമ്മൾ സെലക്ട് ലൈൻ ആയിട്ട് ചൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഒരു 8:1 മക്സ് നമുക്ക് നോക്കാം ആദ്യം. സാധാരണ രീതിയിൽ ഒരു 8:1 മക്സ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ 8:1 മക്സിൽ ഡാറ്റ ലൈൻസ് D0 to D7, ABC അഥവാ S2, S1, S0 എന്ന 3 സെലക്ട് ലൈൻസുമാണ് അതിലുണ്ടാവാറ്. ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും. പക്ഷേ ഇവിടെ നമുക്കതിന് നിർവാഹമില്ല. കാരണം 4:1 മക്സ് വെച്ചിട്ടാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും 2 ലൈൻസ്, അതായത് ABCയിൽ എയ്തർ AB അല്ലെങ്കിൽ BC അല്ലെങ്കിൽ AC, ഇങ്ങനെ ഏതെങ്കിലും 2 കോമ്പിനേഷൻ ഓഫ് ലൈൻസിനെ മാത്രമേ അറ്റ് എ ടൈം നമുക്ക് സെലക്ട് ലൈൻ ആയിട്ട് വെക്കാൻ പറ്റൂ. പിന്നെ അഡീഷണൽ വരുന്നതിനെ നമ്മളൊരു ഇൻപുട്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പല രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് AB സെലക്ട് ലൈൻ ആയിട്ട് എടുത്തു. സോ AB സെലക്ട് ലൈൻ ആയിട്ട് എടുക്കുമ്പോൾ ഈ സർക്യൂട്ടിൽ നിങ്ങൾക്ക് കാണാം AB 4:1 മക്സിൻ്റെ സർക്യൂട്ടാണിത്. അപ്പോൾ അതിൽ AB എന്ന് പറയുന്നത് സെലക്ട് ലൈൻ ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ഇൻപുട്സ് കൊടുക്കണം. ഈ പാർട്ട് നമുക്ക് അറിയില്ല, ഇനീഷ്യലി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. AB മാത്രം സെലക്ട് ലൈൻ ആണെന്ന് അറിയാം, S1, S0. അപ്പോൾ I0 to I3 വരെ, അതായത് നമ്മുടെ ഇൻപുട്സ് I0 to I3 വരെയുള്ള വാല്യൂസിൽ എങ്ങനെയാണ് സിയുടെ പല കോമ്പിനേഷൻസ് വരുന്നതെന്ന് നോക്കാനായിട്ടാണ് നെക്സ്റ്റ് നമ്മളൊരു K-മാപ്പ് പോലെ തന്നെ ഉള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അറിയാം. അതായത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് 4:1 മക്സ് വെച്ചിട്ട് 0, 3, 5, 6 ആണ്. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ ആദ്യം വരയ്ക്കാം. സോ മിൻ ടേംസ് ഇവിടെ ഫസ്റ്റ് ലിസ്റ്റ് ചെയ്തു. അതിനുശേഷം ABC, പിന്നെ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് F. സോ മിൻ ടേം 0, 1, 2, 3, 4, 5, 6, 7 വരെയുണ്ട്. സോ 0, 0, 0, 0, 0, 1 നമുക്കറിയാം അപ് ടു 1, 1, 1 വരെ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത്. ഇനി F1 വരുന്നത് എപ്പോഴാണ്? തന്നിരിക്കുന്ന ഫംഗ്ഷനിലുള്ള മിൻ ടേംസ് എപ്പോഴാണോ ഈ ട്രൂത്ത് ടേബിളിൽ വരുന്നത് അവിടെയെല്ലാം നമ്മുടെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. സോ 0 മീൻസ് 0, 0, 0, അവിടെ 1 വന്നു. നെക്സ്റ്റ് 3 വരുന്ന എവിടെയാണ്? 0, 1, 1. അപ്പോൾ അവിടെ ഇവിടെ സൈഡിൽ നിങ്ങൾ മിൻ ടേം എഴുതി പോയാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും സോൾവ് ചെയ്യാനായിട്ട്. 0, 1, 1 ഇവിടെ 1 ആണ്. നെക്സ്റ്റ് 5 വരുന്നുണ്ട്. 5 വരുന്നത് 1, 0, 1 അവിടെയും 1 വന്നു. ലാസ്റ്റ് 1 6 വരുന്നത് 1, 1, 0 അവിടെയും നമുക്ക് 1 വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 4 കേസസിലാണ് നമുക്ക് 1 വന്നത്. ഇനി ഇതിൻ്റെ അകത്ത് സീറോസ് വരുന്നത് എവിടെയൊക്കെയാണ്? 1, 2, 4, 7. അപ്പോൾ എല്ലാത്തിനെയും നമുക്ക് ഈ ഒരു ടേബിൾ ഫോർമാറ്റിൽ എഴുതാം. ഇത് ടേബിളിൽ എഴുതണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 0, 1, 2, 3, 4, 5, 6, 7 എന്നുള്ളതിനെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്തു. കാരണം 0 to 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മിൻ ടേമുകളാണുള്ളത്. അപ്പോൾ 8 മിൻ ടേം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിതിനെ ഫസ്റ്റ് 4 മിൻ ടേംസ്, അടുത്തത് 4 മിൻ ടേംസ് എന്ന രീതിയിൽ 8 മിൻ ടേംസിനെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മളത് വരയ്ക്കേണ്ടത്.
ഇവിടെ I0, I1, I2, I3. ഇതിന് ശേഷം ഇതിനെ കോളംസ് ആയിട്ട് തിരിക്കുക. കോളംസ് ആയിട്ട് തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് നോക്കി 0, 1, 2, 3, 4, 5, 6, 7 എന്നാണ്. അപ്പോൾ നമ്മളിത് എഴുതേണ്ട ഫോം 0, 1, 2, 3, 4, 5, 6, 7, അതായത് ഒന്നിടവിട്ടുള്ള നമ്പേഴ്സ് എഴുതുക. അപ്പോൾ ഇവിടെ 0 എഴുതി, ഇനി 1 താഴെയാണ് എഴുതാനുള്ളത്, 2 എഴുതി, 3 താഴെ എഴുതണം, 4 എഴുതി, 5 താഴെ എഴുതണം, 6 എഴുതി, 7 താഴെ എഴുതണം. അതായത് ഒന്നിടവിട്ടുള്ള നമ്പേഴ്സ്. സോ 0 കഴിഞ്ഞാൽ 1 ഇവിടെ വരും, 2 കഴിഞ്ഞാൽ 3 ഇവിടെ വരും, 4 കഴിഞ്ഞാൽ 5 ഇവിടെ വരും, 6 കഴിഞ്ഞാൽ 7 ഇവിടെ വരും. ഇത്രയും നമ്പേഴ്സ് ഈ ഫോമിൽ എഴുതുക ആദ്യം. അത്ര എഴുതി കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം. സി ആണ് പിന്നെ നമ്മുടെ അഡീഷണൽ ആയിട്ടുള്ള ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ AB നമ്മൾ ഓൾറെഡി സെലക്ട് ലൈൻ ആയിട്ട് എടുത്തു കഴിഞ്ഞു. അപ്പോൾ സി എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതുന്നപ്പോൾ ആദ്യം എപ്പോഴും സി ബാർ, ഈ ആദ്യത്തെ റോ ഓഫ് മിൻ ടേംസ് എന്ന് പറയുന്നത് എപ്പോഴും സി ബാറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് റോ എന്ന് പറയുന്നത് സി ആണ് റെപ്രസെൻറ്റ് ചെയ്തത്. സി ബാർ സി എന്ന് എഴുതിയ ശേഷം ബാക്കി മിൻ ടേംസ് എല്ലാം നമ്മൾ എഴുതി. ഇനി വെർട്ടിക്കലി നോക്കുക. സി ബാർ, ഇപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന നമ്പേഴ്സിൽ ഈ ടിക്കിട്ടിരിക്കുന്ന നമ്പേഴ്സിനെ ആദ്യം ഒന്ന് സർക്കിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം വെർട്ടിക്കലി നമുക്ക് നോക്കാം എങ്ങനെയാണ് വാല്യൂസ് എടുക്കുന്നതെന്ന്. സോ ഫസ്റ്റ് 0, പിന്നെ 3, പിന്നെ 5, പിന്നെ 6. സോ 0, 3, 5, 6. ഓക്കെ, 0, 3, 5, 6 നമ്മൾ എഴുതി. ഇനി വെർട്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ 0 നമ്മളിപ്പോൾ സർക്കിൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ സീൻ്റെ ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ സി ബാറിൽ മാത്രമാണ്, സി ബാറിന് നേരെ മാത്രമാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ സർക്കിൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സർക്കിൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ സി ബാറിന് മാത്രം നേരെയാണ് സർക്കിളിങ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇതിന് താഴെ നമുക്ക് സി ബാർ എന്ന് എഴുതാം. ഇനി അതേപോലെ നെക്സ്റ്റ് കോളത്തിലേക്ക് ഓരോ കോളം ബൈ കോളം ആയിട്ട് നോക്കുക. അതായത് I0ൻ്റെ കോളം നോക്കുക, I1 നോക്കുക, I2 നോക്കുക, I3 നോക്കുക. നെക്സ്റ്റ് I1 നോക്കിക്കഴിഞ്ഞാൽ സിയുടെ നേരെയാണ്. സോ വി ക്യാൻ പുട്ട് സി. അടുത്തത് നോക്കിയാൽ വീണ്ടും സി ആണ്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സി ബാർ ആണ്. ഇനി ചില കേസിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ 6,7 കൂടി ഉണ്ടെങ്കിലോ ഇവിടെ 7 കൂടി സർക്കിൾ ആവും. സോ അറ്റ് എ ടൈം രണ്ടും സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, അറ്റ് എ ടൈം രണ്ടും സർക്കിൾഡ് അല്ലെങ്കിൽ ഇപ്പോൾ 6 ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് മാത്രം സർക്കിൾഡ് ആണെങ്കിൽ ആ സർക്കിൾഡ് ഏതിൻ്റെ നേരെയാണെന്ന് നോക്കുക, ആ വാല്യൂ ഇവിടെ എടുത്തിടുക. ഇത്രയും ഉള്ളൂ ഇതിൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ സി ബാർ സി 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 ബാർ എന്നാണ്. ഇതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, സി ബാർ സി 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 ബാർ. ഇനി ഈ വാല്യൂ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു നോക്കാം. അപ്പോൾ ഫസ്റ്റ് സെലക്ട് ലൈൻ AB ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ AB സെലക്ട് ലൈനിൽ നമുക്ക് 0, 0 ആണ് ഫസ്റ്റ് കൊടുക്കേണ്ട വാല്യൂ. സോ 0, 0 കൊടുത്തു കഴിഞ്ഞാൽ സി അവിടെ എന്താ വരേണ്ടത്? സി 0 ആണെന്നുണ്ടെങ്കിലാണ് ഔട്ട്പുട്ട് നമുക്ക് 1 വരിക. അപ്പോൾ ഇവിടെ നമ്മൾ 0, 0 കൊടുത്തു. 0, 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് ഇവിടെ കണക്ട് ചെയ്യാം. I0, I1, I2, I3യുടെ ഓർഡറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 0, 0 കൊടുക്കുക, അതേപോലെ തന്നെ കണക്ഷൻസ് കൊടുക്കുക. കണക്ഷൻസ് സി ബാർ സി 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 ബാർ, ഈ ഓർഡർ എങ്ങനെയാണോ കിട്ടിയത് അത് അങ്ങനെ തന്നെ വെർട്ടിക്കലായിട്ട് എഴുതാം. ഇവിടെ 0, 0 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഇവിടെ നമുക്ക് 0 ആണെന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് 0 ഇവിടെ വരും. ഇനി അടുത്തത് സി ആണെന്നുണ്ടെങ്കിൽ 0, 1 കൊടുക്കുകയാണെങ്കിൽ ഇഫ് AB ഈസ് ഈക്വൽ ടു 0, 1 ഇവിടെ 0, 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സി 0 ആണെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് 0 വരും. അപ്പോൾ ഇങ്ങനെ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റായിട്ട് ഔട്ടിൽ കിട്ടും. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ സർക്യൂട്ട് വരച്ച ശേഷം സി ബാർ സി 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 ബാർ വരയ്ക്കുക, സെലക്ട് ലൈൻസ് എഴുതുക, F മാർക്ക് ചെയ്യുക. ബാക്കി വർക്കിംഗ് കാര്യങ്ങളൊന്നും ഇതിൽ പറയേണ്ട ആവശ്യമില്ല. ഇത്രയും ചെയ്താൽ തന്നെ കംപ്ലീറ്റ് മാർക്സ് കിട്ടും. ഇനി വേറൊരു മെത്തേഡിൽ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ 4:1 മക്സ് വെച്ചിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആണ് നേരത്തെ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. 8:1 മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, ഇന്ന മക്സ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ആ SOP ഏത് രീതിയിൽ വേണമെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം.
സോ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് 8:1 മെത്തേഡാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ലൈൻ AB അല്ലെങ്കിൽ BC എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു രീതിയിലാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. വേറൊരു മെത്തേഡാണിത്. അപ്പോൾ ഇതിൽ 8:1 മക്സിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ABC എന്ന് പറയുന്ന 3 സെലക്ട് ലൈൻസ് കൊടുത്തു. ഡേറ്റ ലൈൻസ് എന്ന് പറയുന്ന D0, D1, D2, D3 എക്സെട്ര അപ് ടു D7 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എനേബിൾ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് നമുക്ക് ആ ഒരു മിൻ ടേം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. D0, അതുപോലെ തന്നെ D3, D5, D7 ഇത്രയും വാല്യൂസ് മിൻ ടേംസ് 1 ആയി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ മിൻ ടേംസ് വരുമ്പോൾ മാത്രമാണ് ഞങ്ങളുടെ ഔട്ട്പുട്ട് വാലിഡ് ആവുന്നത്. സോ അതിനെ എല്ലാം കൂടി ചേർത്ത് VCC ദാറ്റ് ഈസ് 1 എന്ന് പറയുന്ന ലോജിക് ഹൈയിലേക്ക് കൊടുത്തു. സോ നമ്മുടെ ഔട്ട്പുട്ട് അതേസമയം ആ ഇൻപുട്ടുകളെല്ലാം വരുമ്പോൾ സെലക്ട് ലൈൻ കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും 1 ആയിട്ട്. ഇനി ബാക്കിയുള്ള ലൈൻസ് ഒക്കെ എന്തായിരിക്കും? നമുക്ക് തരാത്ത മിൻ ടേംസ്, അതായത് ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, പിന്നെ 4, 7 ഇത്രയും വാല്യൂസ് എല്ലാം തന്നെ ഗ്രൗണ്ടഡ് ആയിരിക്കും. ഇത് ഓപ്പൺ ആയിട്ട് ഇടരുത്. ബാക്കിയുള്ള റെസ്റ്റ് മിൻ ടേംസ് എല്ലാം തന്നെ നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള മിൻ ടേംസ് മാത്രം ഹൈ ആക്കി കൊടുക്കുക. സെലക്ട് ലൈൻ ABC എന്ന് പറഞ്ഞ് കണക്ട് ചെയ്ത് വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ച് മാർക്സ് ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം 4:1 മാർക്സ് വച്ചിട്ടുള്ള മെത്തേഡ് സെലക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരിലോഗ് കോഡ് ടു ഇംപ്ലിമെൻറ്റ് 4:1 മൾട്ടിപ്ലെക്സർ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4:1 മൾട്ടിപ്ലെക്സർ ഗേറ്റ് ലെവലിലാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. മീൻസ് ഗേറ്റ് വെച്ചിട്ടുള്ള സർക്യൂട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. 4:1 മക്സിൻ്റെ വെരിലോഗ് കോഡ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വെരിലോഗ് കോഡ് എഴുതാം. സോ വെരിലോഗ് കോഡിൻ്റെ കേസിൽ മെയിനായിട്ട് 3 രീതിയിലുള്ള മോഡലിംഗ് സ്റ്റൈൽസ് ആണ് നമ്മളിവിടെ ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ മോഡലിംഗ് ആണ്. സെക്കൻഡ് വൺ ഡേറ്റ ഫ്ലോ മോഡലിംഗ്. തേർഡ് വൺ വന്നിട്ട് ഗേറ്റ് മോഡലിംഗ്, ഗേറ്റ് ലെവൽ മോഡലിംഗ്. ഈ ഗേറ്റ് ലെവൽ മോഡലിംഗിൻ്റെ വേറൊരു പേരാണ് സ്ട്രക്ചറൽ മോഡലിംഗ്. അപ്പോൾ ഈ 3 മോഡലിംഗിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഹേവിയറൽ മോഡലിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ് കുറച്ച് വ്യത്യാസമുണ്ട്. ആ ഒരു സർക്യൂട്ടിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നമ്മൾ കോഡ് വഴി എഴുതണേനെയാണ് ബിഹേവിയറൽ മോഡലിംഗ് എന്ന് എഴുതുന്നത്. ഇപ്പോൾ വെരിലോഗ് കോഡ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ആ വെരിലോഗ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിലൊരു ഡിജിറ്റൽ സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജാണ്. ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജിനെയാണ് HDL എന്ന് പറയുന്നത്. അതിൽ 2 ടൈപ്പ് HDLs ഉണ്ട്, VHDLും വെരിലോഗും. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ത്രൂ ഔട്ട് വെരിലോഗ് എന്ന് പറയുന്ന HDL ആണ്. ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജാണ് HDL എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വെരിലോഗ് HDL ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പല രീതിയിൽ നമുക്കതിനെ മോഡൽ ചെയ്യാം. അപ്പോൾ ഒന്ന് ബിഹേവിയറൽ മോഡലിംഗ് ആണ്. സോ ബിഹേവിയറൽ മോഡലിങ്ങിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു കീവേഡ് ഓൾവേസ് @ എന്ന് പറയുന്നൊരു കീവേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഡാറ്റ ഫ്ലോ മോഡലിങ്ങിലാണെങ്കിൽ ഓർത്തിരിക്കാൻ എളുപ്പത്തിനാണ് പറയണേ, അസൈൻ എന്ന് പറയുന്ന ഒരു കീവേഡാണ്. ഇതെല്ലാം കീവേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗേറ്റ് ലെവൽ മോഡലിങ്ങിലാണെങ്കിൽ കുറേ ഇൻബിൽറ്റ് ആയിട്ടുള്ള മോഡൽസ് അതിലുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ആൻഡ് ഗേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആൻഡ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ അതിൽ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ കോൾ ചെയ്താൽ മതി. അതുപോലെ എല്ലാ തരം ഗേറ്റ്സും അതിൽ ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് ആണ്, മൊഡ്യൂളായിട്ട് തന്നെ ഇംപ്ലിമെൻറ്റഡ് ആണ്. അപ്പോൾ ആൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ആൻഡ് ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ വീണ്ടും അതിനെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ഗേറ്റ് ലെവൽ മോഡലിങ്ങിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു സർക്യൂട്ടൊക്കെയാണ് വെരിലോഗിൽ ചെയ്യാൻ തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ഫ്ലോയോ ബിഹേവിയറലോ യൂസ് ചെയ്താൽ മതി. ഗേറ്റ് ലെവൽ ചെറിയ സർക്യൂട്ടുകൾക്കൊക്കെയാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യാറ്. ഇനി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മോഡലിംഗ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 4:1 മൾട്ടിപ്ലെക്സറാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. സോ 4:1 മൾട്ടിപ്ലെക്സറിൻ്റെ സർക്യൂട്ടാണിത്. 4:1 മക്സിൻ്റെ സർക്യൂട്ടിൽ
ഫസ്റ്റ് സെലക്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. 4:1 മക്സ് ആയതുകൊണ്ട് തന്നെ 2 സെലക്ട് ലൈൻസ് ആണുള്ളത്. 4 ഇൻപുട്സ് ഉണ്ട്, ഒരു ഔട്ട്പുട്ടും. അപ്പോൾ ഇതിൽ സെലക്ട് ലൈൻസ് S1 S0 ആണ്. അപ്പോൾ S1ൻ്റെ ഔട്ടിൽ ഫസ്റ്റ് S1ഉം പിന്നെ S1 ബാറും, ഇതേപോലെ തന്നെ S0ഉം S0 ബാറും. അപ്പോൾ നമുക്ക് 2 ഇൻപുട്സ് 2 സെലക്ട് ലൈൻസ് ആണ്. പിന്നെ ഉള്ള ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ നമ്മൾ യൂസ് ചെയ്യുന്ന 4:1 മക്സിൻ്റെ ഇൻപുട്ട് തന്നെ I0, I1, I2, I3 4 ഇൻപുട്സ് ഉണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് ഒരു OR ഗേറ്റ് കണക്ട് ചെയ്തിട്ട് ഔട്ട് എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ S1 S0ന് കറസ്പോണ്ടിങ് ആയി നമ്മൾ വാല്യൂസ് പലത് കൊടുക്കുകയാണ്. സ്റ്റാർട്ടിങ് ഫ്രം 0 0. സോ S1 S0 നമുക്ക് വാല്യൂസ് കൊടുക്കാം 0 0 0 1 1 0 1 1. അപ്പോൾ ഇതിൽ S1 S0 0 0 ആവുന്ന കേസിൽ ഫസ്റ്റ് ഇൻപുട്ട് ലൈനാണത് സെലക്ട് ചെയ്യുന്നത്. സോ ഔട്ട്പുട്ടിൽ Y0 നമുക്ക് I0 വരും. നെക്സ്റ്റ് ഇത് 0 1 ആവുന്ന കേസിൽ, സോ 0 1 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ I1ഉം കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ സെലക്ട് ലൈൻ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് S1 ബാർ S0 ബാർ എന്നാണ്. S1 S0 0 0 എന്ന് കാണിക്കാനായിട്ട്. നെക്സ്റ്റ് കേസിൽ നമ്മൾ ഇത് S0 S1 എന്ന് പറയുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ S0 S1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഹിയർ വി ഹാവ് S0 S1 ആസ് 0 0. നെക്സ്റ്റ് കേസിൽ 0 1, അതായത് S0 0യും S1 1ഉം ആണ്. അപ്പോൾ S0 0 എന്ന് പറയുമ്പോൾ ഈ ഒരു റെഡ് ലൈൻ, ദിസ് ഇസ് S0 0, അതായത് S0 ബാർ. നെക്സ്റ്റ് വൺ S1 1 ആണ്. അപ്പോൾ ഇവിടെ 0 1 ആണ്. ഇവിടെ നമുക്ക് 0 0 ആയിരുന്നു, ഇവിടെ 0 1 വരുമ്പോൾ സെക്കൻഡ് സെലക്ട് ലൈൻ, സെക്കൻഡ് ഇൻപുട്ടാണ് സെലക്ട് ചെയ്യുന്നത് I1. അപ്പോൾ ഇവിടെ I1 വന്നു. അപ്പോൾ Y1 എന്ന് പറയുന്നത് ഇവിടെ I1 ആണ്, ഇവിടെ I0 ആയിരുന്നു. ഇനി അതേപോലെ തന്നെ തേർഡ് കേസിൽ നമുക്ക് കൊടുക്കാവുന്നത് 1 0 ആണ്. സോ 1 0 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 1 ആണ്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 0 ആണ്. സോ 1 0. സോ 1 0 കൊടുത്തു കഴിയുമ്പോൾ I2 സെലക്ട് ആവും, ഇവിടെ I2 വരും. ലാസ്റ്റ് കേസിൽ 1 1 ആണ്. സോ S1 1 S0 1. ഇവിടെ I3 സെലക്ട് ആയിട്ട് Y3യിൽ നമുക്ക് I3 കിട്ടും. ഇതിനെല്ലാം OR ചെയ്ത് കഴിഞ്ഞാൽ 4:1 മക്സ് കിട്ടും. ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. ഈ സർക്യൂട്ട് നമുക്ക് ഗേറ്റ് ലെവലിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ശരിക്കും ഗേറ്റ് വച്ചിട്ടുള്ളൊരു സർക്യൂട്ടിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ എത്ര മാർക്കാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക. ഇതിൽ 5 മാർക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രത്തിന് എങ്ങനെ പോയാലും നമുക്കൊരു 2 മാർക്സ് എങ്കിലും അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഗേറ്റ് വെച്ച് വരച്ചാലാണ് 2 മാർക്കും കിട്ടുകയില്ല. പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളൊരു മക്സ് വേണമെങ്കിൽ വരയ്ക്കാവുന്നതാണ്. 4:1 മക്സ് എന്ന് പറഞ്ഞിട്ട് 4 ഇൻപുട്സും ആ ഇൻപുട്സ് നെയിം ചെയ്യുക, 2 സെലക്ട് ലൈൻ, ഒരു ഔട്ട്പുട്ട്, ഇങ്ങനെയും വരയ്ക്കാം. ഇനി വെരിലോഗ് കോഡ് എഴുതണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഏതൊരു പർട്ടിക്കുലർ മോഡലിംഗ് യൂസ് ചെയ്താലും ഈ വെരിലോഗ് മോഡലിങ്ങിൽ മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സിൻടാക്സിൻ്റെ ഉള്ളിലാണ് ഫുൾ കോഡ്സ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടാണ് ഏതൊരു ടൈപ്പ് ഓഫ് മോഡലിംഗ് വെരിലോഗിൽ നമ്മൾ യൂസ് ചെയ്താലും ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് മൊഡ്യൂൾ എന്ന് പറയുന്ന കീവേഡിലാണ്. സോ മൊഡ്യൂൾ കഴിഞ്ഞിട്ട് നമ്മളൊരു മൊഡ്യൂൾ നെയിം കൊടുക്കുക. ആ മൊഡ്യൂളിന് എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. കഴിവതും തന്നിരിക്കുന്ന ക്വസ്റ്റൻ എങ്ങനെയാണോ അതിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന രീതിയിലൊരു നെയിം കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു നെയിം ഇതിൻ്റെ കൂട്ടത്തിലൊരു നമ്പർ കൂടി കൊടുക്കുക. പിന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള പേരുകൾ കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് മക്സ് എന്ന് പറയുന്നൊരു പേര് കൊടുക്കാതെ mux_1 എന്നോ അങ്ങനെ എന്തെങ്കിലും റീനെയിം ചെയ്ത് കൊടുക്കുക. പിന്നെ M41 എന്നാണ് എഴുതിയിരിക്കുന്നത്, M_41 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഒരു നമ്പേഴ്സും അതുപോലെ ലെറ്റേഴ്സും കൂടി കമ്പൈൻ ചെയ്ത ഫോമിൽ കൊടുക്കുക. സോ M41 എന്ന് പറയുന്നത് നമ്മുടെ മൊഡ്യൂൾ നെയിമാണ്. ദിസ് ഇസ് ദി മൊഡ്യൂൾ നെയിം. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഔട്ട്. ഇപ്പോൾ എങ്ങനെയാണോ നമ്മൾ സർക്യൂട്ട് വരച്ചിരിക്കുന്നത് അതിൽ കൊടുത്തിരിക്കുന്ന അതേ വേരിയബിൾസ് തന്നെ പ്രോഗ്രാമിലും കൊടുക്കുക. അപ്പോൾ ഔട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് നമ്മളിവിടെ ഔട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻപുട്ട്സ് എന്തൊക്കെയാണ്? I0, I1, I2, I3 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് കോമ ഇൻപുട്ട് എന്ന് പറയുന്ന ഫോമാറ്റിലാണ് നമ്മൾ എഴുതുന്നത്. ഇത് ഔട്ട്പുട്ട് കോമ ഇൻപുട്ട് കോമ ഔട്ട്പുട്ട് എന്ന ഫോമാറ്റിൽ നമുക്ക് എഴുതാം. പക്ഷേ മിക്സ് ചെയ്ത് എഴുതരുത്. ഇപ്പോൾ ഒന്നിലധികം ഔട്ട്പുട്ടുകളൊക്കെ ഉള്ള കേസിലാണ്. ഇപ്പോൾ ഒരു DMux ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നിലധികം ഔട്ട്പുട്ടുകളുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ആഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ സം ക്യാരി 2 ഔട്ട്പുട്ട് ഉണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും മിക്സ് ചെയ്ത് എഴുതാതിരിക്കുക. ഏതർ ഔട്ട്പുട്ട് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഇൻപുട്ട് എഴുതുക, അല്ലെങ്കിൽ നേരെ തിരിച്ചെഴുതുക. സോ ഔട്ട്, ദെൻ I0, I1, I2, I3, പിന്നെ സെലക്ട് ലൈൻസ് S0, S1. ഈ 2 സെലക്ട് ലൈൻസ് S1ഉം S0ഉം ഇത് രണ്ടും നമ്മുടെ ഇൻപുട്ട്സ് ആണ്. അപ്പോൾ അതെല്ലാം തന്നെ മെൻഷൻ ചെയ്തു. മൊഡ്യൂൾ എഴുതിയ ശേഷം എല്ലാ ലൈൻസും എക്സെപ്റ്റ് എൻഡ് മൊഡ്യൂളിൽ നമ്മൾ സെമിക്കോളൻ യൂസ് ചെയ്യണം. എൻഡ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാനാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ സെമിക്കോളൻ യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാത്തിനെയും തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ഡിക്ലറേഷൻസിനെ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മൊഡ്യൂൾ നെയിം കൊടുത്തു. നെക്സ്റ്റ് തന്നിരിക്കുന്ന 2 ലൈൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ഡിക്ലറേഷൻസ് ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സിൽ നമ്മൾ ഇവിടെ എങ്ങനെയാണോ കൊടുത്തത് അതേ ഓർഡർ തന്നെ താഴെ ഫോളോ ചെയ്യുക. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ആദ്യം ഔട്ട്പുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഔട്ട്പുട്ട് സ്പേസ് ഔട്ട്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന വേരിയബിൾ ഔട്ട്പുട്ട് ആണെന്ന് കാണിക്കാനായിട്ട്. ഇതെല്ലാം തന്നെ പ്രീ ഡിഫൈൻഡ് ആണ്, കീവേഡുകളാണിത്. ഇൻപുട്ട് സ്പേസ് I0, I1, I2, I3, S0, S1. ഇത് കോമായിട്ട് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ അത്രയും ടൈം നമ്മുടെ പോകും. ഇൻപുട്ട് I0 സെമിക്കോളൻ കൊടുത്തിട്ട് താഴെ ഇൻപുട്ട് I1, ഇൻപുട്ട് I3, അങ്ങനെ ഇൻപുട്ട് S0, ഇൻപുട്ട് S1, അങ്ങനെ താഴെ എഴുതാം. ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഇൻപുട്സിനെയും കൂടി കോമായിട്ട് എഴുതാം. ഇനി ഇത് രണ്ടും കഴിഞ്ഞാൽ ഇത് ഇത്രയും ഏതൊരു പർട്ടിക്കുലർ മോഡലിങ്ങിലും നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്നതാണ്. ആകെ വേരിയബിൾസിൻ്റെ പേര് മാത്രമായിരിക്കും സർക്യൂട്ടിനനുസരിച്ച് വ്യത്യാസം വരിക, പക്ഷേ ഈ സ്ട്രക്ചർ സെയിം തന്നെയായിരിക്കും. ഏത് മോഡലിംഗ് സ്റ്റൈൽ നിങ്ങൾ യൂസ് ചെയ്താലും താഴെ എൻഡ് മൊഡ്യൂൾ, ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്ന ഈ 4-5 ലൈൻസ് മാത്രമേ ഉള്ളൂ പല മോഡലിങ്ങിനനുസരിച്ചിട്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾവേസ് സെറ്റ് ബിഹേവിയറിൽ അസൈൻ ആണെങ്കിൽ ഡേറ്റ ഫ്ലോ എന്നൊക്കെ പറഞ്ഞു, അതിന് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അസൈൻ എന്ന കീവേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഡേറ്റ ഫ്ലോ മോഡലിങ്ങിലാണ് നമ്മളിത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അസൈൻ എന്ന് പറയുന്ന കീവേഡിൻ്റെ കൂട്ടത്തിൽ സ്ട്രക്ചർ ഇതാണ് ഇതിൻ്റെ. ഇവിടെ നമ്മൾ അസൈൻ എന്ന കീവേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഡാറ്റ ഫ്ലോ മോഡലിംഗ് ആണെന്ന് നമ്മൾ ഡാറ്റ ഫ്ലോ മോഡലിങ്ങിലാണ് ഇവിടെ എഴുതുന്നത്. സോ ഡാറ്റ ഫ്ലോ മോഡലിങ്ങിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? അസൈൻ സ്പേസ് നമ്മുടെ ഔട്ട്പുട്ട് വേരിയബിൾ. ഇവിടെ എടുത്തിരിക്കുന്ന ഔട്ട്പുട്ട് വേരിയബിൾ Y0 ആണ്. Y0 ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഫോമിലാണ് ഡാറ്റ ഫ്ലോ മോഡലിങ്ങിൽ നമ്മൾ എപ്പോഴും എഴുതുന്നത്. നമ്മുടെ ലോജിക്കൽ എക്സ്പ്രഷൻസിനെ എല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആയിട്ട് എഴുതാറുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയാണോ ഡയറക്റ്റ് അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ 3 ടൈപ്പ് മോഡലിങ്ങിൽ ശരിക്കും ഏറ്റവും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എളുപ്പം നമുക്ക് ഡാറ്റ ഫ്ലോ മോഡലിങ്ങിലാണ്. ഇപ്പോൾ മെൻഷൻ ചെയ്തിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡാറ്റ ഫ്ലോ മോഡലിംഗ് നമുക്ക് പ്രിഫർ ചെയ്യാം. സോ അസൈൻ Y0 ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് S1 ആണ്, ദിസ് ഇസ് S1 ബാർ. ഈ ബ്ലൂ ലൈൻ S0 ആണ്, ഈ റെഡ് ലൈൻ S0 ബാർ ആണ്. അപ്പോൾ ഫസ്റ്റ് Y0 വരുന്ന എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് Y0 കിട്ടണം എന്നുണ്ടെങ്കിൽ S1, ഈ 2 ലൈൻസ് ഏതൊക്കെയാണ് മീറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ. S1 ബാറും S0 ബാറും അതുപോലെ I0 കൂടി ആൻഡ് ചെയ്തപ്പോഴാണ് നമുക്കിവിടെ Y0 കിട്ടിയത്. അപ്പോൾ ഇത് S1 ബാറാണ്, ഇത് S0 ബാറാണ്, പിന്നെ I0. അപ്പോൾ ഇത് 3നെ ആൻഡ് ചെയ്യുമ്പോൾ Y0 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? S1 ബാർ, S0 ബാർ, I0 എന്ന് എഴുതാം. ഇതേപോലെ തന്നെ 4 ഔട്ട്പുട്ട്സിൻ്റെ ഇക്വേഷൻസ് എഴുതി നോക്കാം. സോ Y1 എന്ന് പറയുമ്പോൾ ഇത് Y1 ഈക്വൽ ടു, ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് S1, അതേപോലെ S0 ബാർ, I1. നെക്സ്റ്റ് കേസിൽ Y2 ഉണ്ട്. സോ Y2 എങ്ങനെ കിട്ടും? Y2 ഈക്വൽ ടു, ഇവിടെ വന്നിരിക്കുന്നത് S1 ബാർ, ദെൻ ദിസ് ഇസ് S0, പിന്നെ I2. അടുത്ത Y3യുടെ ഇക്വേഷൻ S1, S0, S1, S0 ഇൻറ്റു I3. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ആദ്യമേ സർക്യൂട്ടിൽ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് ഡാറ്റ ഫ്ലോ മോഡലിംഗ് എഴുതാൻ പറ്റും. അസൈൻ Y0 ഈക്വൽ ടു, ഇനി ഈ എക്സ്പ്രഷനെ അതേപോലെ തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡോട്ടോ അല്ലെങ്കിൽ ബാറോ ഒന്നും വെരിലോഗ് മോഡലിങ്ങിൽ അങ്ങനെ ഉള്ള ഓപ്പറേറ്റേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അതിൽ ചില സെപ്പറേറ്റ് ഓപ്പറേറ്റേഴ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആൻഡിന് നമ്മൾ ആൻഡ് എന്ന് പറയുന്ന ആംബർസൺ സിമ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡിന്
പിന്നെ ഓർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ, പൈപ്പ് സിമ്പിൾ എന്ന് പറയുന്നതിന് പൈപ്പ് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഇൻവെർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നോട്ട് ഗേറ്റോ അല്ലെങ്കിൽ ഇൻവെർഷനൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇങ്ങനെയൊരു സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ആൻഡ് കഴിഞ്ഞു, ഓർ കഴിഞ്ഞു. എക്സോർ ആണെന്നുണ്ടെങ്കിൽ എക്സോർ ഗേറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഇപ്പോൾ എ എക്സോർ ബി ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റേസ് ടു എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന പോലത്തെ ഒരു സിമ്പിൾ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി എക്സ് നോർ ആണെങ്കിൽ ആ വേരിയബിൾ ഏതാണോ അതിന് മുമ്പായിട്ട് നോട്ട് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ വേരിയബിളിനെ നമ്മൾ എക്സോർ ചെയ്യുന്നതായിട്ട് കാണിക്കുക, ബ്രാക്കറ്റ് ചെയ്തിട്ട്. നമുക്ക് പ്രോഗ്രാം എഴുതി പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാമതില്ല. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്. ഫസ്റ്റ് അസൈൻ വൈ നോട്ട് ഈക്വൽ ടു ഐ നോട്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? ഐ നോട്ട് ആൻഡ് എസ് വൺ ബാർ എസ് നോട്ട് ബാർ. സോ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഐ നോട്ട് ആൻഡ് എസ് നോട്ട് ബാർ എന്നുള്ളതിനാണ് ഇവിടെ നമ്മൾ എസ് നോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് സിമ്പിൾ ഇട്ടിരിക്കുന്നത്, ബ്രാക്കറ്റ് ചെയ്തു. കാരണം ഒന്നിലധികം ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രസിഡൻസ് ഓർഡർ പ്രോഗ്രാമിന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന ഓപ്പറേഷനായിട്ട് ആദ്യം ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓപ്പറേറ്റർ എസ് വണ്ണിൻ്റെ ഫ്രണ്ടിലായിട്ടും നോട്ട് ചെയ്തു. ഇനി ഇതിനെല്ലാം കൂടി ചേർത്തൊരു ബ്രാക്കറ്റ് ഇട്ട് സെമിക്കോളം കൊടുക്കുക. ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഇക്വേഷൻ എസ് വൺ എസ് നോട്ട് ബാർ ഐ വൺ. അപ്പോൾ ഐ വൺ ആൻഡ് നോട്ട് എസ് നോട്ട് ആൻഡ് എസ് വൺ. അതേപോലെ നെക്സ്റ്റ് എസ് വൺ ബാർ എസ് നോട്ടാണ്. സോ എസ് വൺ ബാർ ആയതുകൊണ്ട് നോട്ട് ചെയ്തു എസ് വണ്ണിനെ, ആൻഡ് ചെയ്തു എസ് നോട്ടായിട്ട്, വീണ്ടും ഐ ടു ആയിട്ട് ആൻഡ് ചെയ്തു. അസൈൻ വൈ ത്രീ ഈക്വൽ ടു എസ് വൺ എസ് നോട്ട് ഐ ത്രീ ആണ്. അപ്പോൾ ഇതെല്ലാം ആൻഡ് ചെയ്തു. ഐ ത്രീയും എസ് നോട്ടും എസ് വണ്ണും ഒരേ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് മാത്രം ബ്രാക്കറ്റ് ഇട്ടാൽ മതി. പല തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഒന്നിലധികം ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഏത് ഓപ്പറേറ്ററാണ് ആദ്യം ചെയ്യുന്നതെന്ന് കാണിക്കാനായിട്ട് നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ മസ്റ്റായിട്ട് അത് മെൻഷൻ ചെയ്യണം. ലാസ്റ്റ് എൻഡ് മൊഡ്യൂൾ. അപ്പോൾ എൻഡ് മൊഡ്യൂൾ ഒഴിച്ച് ബാക്കി എല്ലാ ലൈൻസിലും നമ്മൾ സെമിക്കോളൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. എൻഡ് മൊഡ്യൂൾ എന്നുള്ളത് ഒരൊറ്റ വേർഡാണ്, കീവേഡാണ്. അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇടരുത്. ഇത്രയാണ് വെരിലോഗ് മോഡലിംഗ് ഓഫ് 4:1 മാർക്സ്. നെക്സ്റ്റ് ഒരു ഫുൾ ആഡർ സർക്യൂട്ട് യൂസിങ് 3:8 ഡിക്കോഡർ ആൻഡ് 1:8 ഡീമൾട്ടിപ്ലെക്സർ. ഇതിൽ ഫുൾ ആഡർ സർക്യൂട്ട് 3:8 ഡീകോഡർ വെച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫുൾ ആഡർ സർക്യൂട്ടിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ വരയ്ക്കണം. ആ ട്രൂത്ത് ടേബിളിന് മാർക്കുണ്ട്, അതിൻ്റെ എക്സ്പ്രഷനും മാർക്കുണ്ട്, അതുപോലെ തന്നെ സർക്യൂട്ടിനും മാർക്കുണ്ട്. പിന്നെ ഡിവിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആഡർ എക്സ്പ്രഷനാണ് 1 മാർക്ക്. ഇപ്പോൾ ട്രൂത്ത് ടേബിൾ എഴുതിയാലാണ് നമുക്ക് അതിൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1 മാർക്ക്. അപ്പോൾ ഇനി ട്രൂത്ത് ടേബിൾ എഴുതാതെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എഴുതാം. കാരണം 1 മാർക്കേ അതിന് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് എഴുതാൻ അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഫുൾ ആഡർ സർക്യൂട്ട് യൂസിങ് 3:8 ഡീകോഡർ. ലാസ്റ്റ് സർക്യൂട്ട് ഇംപ്ലിമെൻറ്റേഷന് 4 മാർക്സ് ആണുള്ളത്. സോ ഫസ്റ്റ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഇവിടെ നമുക്ക് ഫുൾ ആഡർ സർക്യൂട്ടിൽ എ ബി സി എന്ന് പറയുന്ന 3 ഇൻപുട്സ് ആണുള്ളത്. ഔട്ട്പുട്ട് സമ്മും സി ഔട്ടും ക്യാരി ഔട്ടും ആണ്. ഇതിൻ്റെ കോമ്പിനേഷൻസ് 3 ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ 0 0 0 തൊട്ടിട്ട് 1 1 1 വരെ 0 to 7 വരെയുള്ള ബൈനറി കോമ്പിനേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ സമ്മും ക്യാരിയും, സമ്മ് ഏതൊക്കെ കേസിലാണ് 1 വരുന്നത്, ക്യാരി ഏതൊക്കെ കേസിലാണ് 1 വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ 3 ബിറ്റ് ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം എവിടെയെങ്കിലും ഒരു കേസിൽ 1 വന്നാൽ മാത്രമാണ് ഇവിടെ 1 വരുള്ളൂ. സോ 0 0 0യുടെ കേസിൽ 0 വന്നു, ക്യാരിയും 0 വന്നു. 0 0 1 വരുമ്പോൾ 1 സം വന്നു, ക്യാരി 0 ആണ്. ഇവിടെയും ഒരു 1 മാത്രമേ ഉള്ളൂ. സോ സം 1 ക്യാരി 0. ഇവിടെ 2 1 ഉണ്ട്. സോ ബൈനറി അഡീഷനിൽ നമുക്കറിയാം 1 + 1 വന്നു കഴിഞ്ഞാൽ സം 0 ക്യാരി 1 ആണ്. പിന്നെ ഇതേ 1 0 0 ഇവിടെ സം 1 ക്യാരി 0. പിന്നെ 1 0 1 ഇതിൽ 1 0 1 ആയതുകൊണ്ട് തന്നെ സം 0 ക്യാരി 1 ആണ്. 1 1 0യിലും അതേപോലെ സം 0 ക്യാരി 1. ഇനി 3 1 വരുന്ന കേസിൽ 1 + 1 + 1 ആണ്. സോ 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം 0 ആണ്, ക്യാരി 1 ആണ്. ഇതിൻ്റെ കൂടെ ഒരു +1 എന്ന് പറഞ്ഞാൽ സമ്മിൻ്റെ കൂടെയാണ് നമ്മൾ ആ 1 ആഡ് ചെയ്യേണ്ടത്. സോ സം 1 ക്യാരി 1. അങ്ങനെയാണ് ഇവിടെ സം 1 ക്യാരി 1 കിട്ടുന്നത്. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ ഫോർ സം ആൻഡ് ക്യാരി ഔട്ട്. സോ സം ഓഫ് എ ബി സി ഇൻ, ഈ 3 ഇൻപുട്ട് വേരിയബിൾസിൻ്റെ ആണ് സം എന്ന് കാണിക്കാനായിട്ടാണ് ബ്രാക്കറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് അതിൽ നിന്നും കിട്ടിയ എക്സ്പ്രഷൻ എ ബാർ ബി ബാർ സി പ്ലസ് എ ബാർ ബി സി ബാർ പ്ലസ്
എ ബി ബാർ സി ബാർ പ്ലസ് എ ബി സി. ഇത് നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ എവിടെയൊക്കെയാണ് 1 വന്നിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ്പ്രഷൻ എഴുതിയിരിക്കുകയാണ്. അപ്പം ഇതിൽ സം 1 ആണ് ഇവിടെ എല്ലായിടത്തും സം 1 തന്നെയാണ്. അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പിനേഷൻ നോക്കുക. അപ്പോൾ ഇവിടെ 1 വന്നിരിക്കുന്നതിൻ്റെ കോമ്പിനേഷൻ എന്താണ്? എ ബാർ, ദിസ് ഇസ് എ ബാർ, ഇത് ബി ബാർ, ഇത് സി ആണ്. ഇത് എ ബാർ ബി സി ബാർ ആണ്. ഇവിടെ എ ബി ബാർ സി ബാർ ആണ്. ഇവിടെ എ ബി സി. അപ്പോൾ ഈ ടേംസിനെ എല്ലാം നമ്മൾ കമ്പൈൻ ചെയ്ത് സം ചെയ്ത് എഴുതുകയാണ്. എ ബാർ ബി ബാർ സി പ്ലസ് എ ബാർ ബി സി ബാർ പ്ലസ് എ ബി ബാർ സി ബാർ പ്ലസ് എ ബി സി. അതാണ് നമ്മുടെ കറസ്പോണ്ടിങ് സം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ക്യാരി നോക്കുക. സോ ക്യാരിയുടെ കേസിൽ ഇവിടെ 1 വന്നിരിക്കുന്നത് എവിടേക്കാണ്? ഈ 4 കണ്ടീഷൻസിൽ മാത്രമാണ് നമുക്ക് ക്യാരി 1 വന്നിരിക്കുന്നത്. സോ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ എഴുതുക. ആ എക്സ്പ്രഷൻ തന്നെയാണ് നമ്മൾ അടുത്ത എക്സ്പ്രഷൻ്റെ ഇക്വേഷൻസിൽ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ എഴുതി നോക്കുമ്പോൾ സി ഔട്ട് എ ബാർ ബി സി പ്ലസ് എ ബി ബാർ സി പ്ലസ് എ ബി സി ബാർ പ്ലസ് എ ബി സി എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് മിൻ ടേംസിൻ്റെ ടേംസിൽ എഴുതാം. അപ്പോൾ എ ബാർ ബി ബാർ സി എന്ന് പറഞ്ഞാൽ ഇവിടെ 0 0 1 ആണ്. ഇവിടെ 0 1 0 ആണ്. ഇവിടെ 1 0 0 ആണ്. ഇവിടെ 1 1 1 ആണ്. അപ്പോൾ 0 0 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 0 1 0 എന്ന് പറഞ്ഞാൽ 2 ആണ്. 1 0 0 എന്ന് പറഞ്ഞാൽ 4 ആണ്. 1 1 1 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ നമുക്ക് മിൻ ടേംസ് എല്ലാം കിട്ടി. സമ്മേഷൻ എം ഓഫ് 1 2 4 7 ആണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് സി ഔട്ട് ഇതേപോലെ നോക്കുക. 0 1 1 1 0 1 1 1 0 1 1 1. 0 1 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 1 0 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 1 1 0 6 ആണ്. 1 1 1 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ അതിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേം എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഇനി ഇതിനെ സർക്യൂട്ടായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്യുന്നതിന് 4 മാർക്കാണുള്ളത്. അപ്പോൾ ഇതേപോലെ എക്സ്പ്രഷൻ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇവിടെ മിൻ ടേം ആയിട്ട് എഴുതി പോയാലും മതി. 0 1 2 3 4 5 6 7 കാരണം ഒരു മാർക്കാണ് അതിനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഡയറക്റ്റ് 1 വരുന്ന മിൻ ടേമുകൾ നിങ്ങൾ ചേർത്ത് എഴുതിയാലും ഒരേ എഫക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ഈ കറസ്പോണ്ടിങ് മിൻ ടേം സർക്യൂട്ടായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. 3:8 ഡീകോഡർ വെച്ചിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ 3:8 ഡീകോഡറിൻ്റെ സ്ട്രക്ചർ അറിയാം. 3 ഇൻപുട്സും അതേപോലെ 8 ഔട്ട്പുട്സുമാണ് അതിലുള്ളത്. സോ ഈ 3 ഇൻപുട്സ് നമ്മൾ എ ബി സി ഇൻ എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക. എ ബി സി ഇൻ ഇതൊക്കെയാണ് 3 ഇൻപുട്സ്. ഇനി നമ്മുടെ ഔട്ട്പുട്ട്സ് നോക്കാം. ഔട്ട്പുട്ട്സ് ഇവിടെ 0 to 7 വരെ 8 ഔട്ട്പുട്ട്സ് ആണുള്ളത്. അപ്പോൾ ഈ ഔട്ട്പുട്ട്സിനെ നമുക്ക് ഡയറക്റ്റ് എല്ലാ ഔട്ട്പുട്ടും എടുക്കാൻ പറ്റില്ല. 3:8 ഡീകോഡർ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഫുൾ ആഡർ സർക്യൂട്ടാണ്. അപ്പോൾ അതിൽ സമ്മും ക്യാരിയും മാത്രം നമുക്ക് ഔട്ടിലേക്ക് കാണിച്ചാൽ മതി. അപ്പോൾ സമ്മും ക്യാരിയും കാണിക്കാനായിട്ട് 0 to 7 വരെയുള്ള ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ 0 to 7 വരെയുള്ളതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് 1 2 4 7 മാത്രമാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട്സിനെ മാത്രം നമ്മൾ ഓർ ചെയ്തെടുത്താൽ മതി. ഇവിടെ 1 2 4 7 ആയതുകൊണ്ട് ഫസ്റ്റ് ലൈൻ, ദെൻ സെക്കൻഡ് വൺ, ദെൻ ഫോർത്ത് വൺ, ദെൻ സെവൻത്ത് വൺ. അപ്പോൾ 1 2 4 7 മാത്രമാണ്. 1 2 4 7 ഇത്ര എണ്ണം മാത്രം നമ്മൾ ഫസ്റ്റ് ഓറിലേക്ക് കൊടുത്തു. സോ അത് സമ്മാണ്, നമ്മുടെ ഫുൾ ആഡറിൻ്റെ സമ്മാണ്. നെക്സ്റ്റ് ക്യാരിയുടെ കറസ്പോണ്ടിങ് മിൻ ടേം നോക്കുക. 3 5 6 7 ആണ്. സോ 3 5 6 7 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എഴുതാം. ദിസ് ഇസ് 3, ഇത് 5, ഇത് 6, ഇത് 7. അത് ഓർ ചെയ്തു, സി ഔട്ട് എടുത്തു. ഇങ്ങനെ 3:8 ഡീകോഡർ വഴി 3:8 ഡീകോഡറിൻ്റെ ഫുൾ സ്ട്രക്ചർ വരച്ച ശേഷം സമ്മിൻ്റെയും ക്യാരിയുടെ എക്സ്പ്രഷൻ നോക്കിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് ഫുൾ ആഡർ സർക്യൂട്ട് യൂസിങ് 1:8 ഡിമാർക്സ്. സോ 4 മാർക്സ് ആണ് ഇതിന്. ഇതേപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ട്രൂത്ത് ടേബിൾ വരച്ചു, അതിൽ നിന്നും എക്സ്പ്രഷൻ എഴുതി, അതിൽ നിന്നും സർക്യൂട്ട് വരച്ചു. അപ്പോൾ ഇതിൽ ട്രൂത്ത് ടേബിൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എയും ബിയും സിനും ആണ് ഇൻപുട്ട്, സമ്മും ക്യാരി ഔട്ടും ആണ് നമ്മുടെ ഔട്ട്പുട്ട്. അതിനുശേഷം നമ്മൾ എക്സ്പ്രഷൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് എക്സ്പ്രഷൻ വരയ്ക്കാൻ നേരം ഇപ്പോൾ ഇവിടെ ശരിക്കും നമുക്ക് മിൻ ടേംസ് മാത്രം സെലക്ട് ചെയ്താൽ മതി എന്നതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ വേണമെന്നില്ല. നിങ്ങൾക്ക് മിൻ ടേംസ് മാത്രമായിട്ട് എഴുതിയാലും മാർക്ക് കിട്ടും. കാരണം 4 മാർക്സിൽ ബാക്കി 1 മാർക്കാണ് ഇതിനുള്ളൂ. 3 മാർക്സും നമ്മുടെ സർക്യൂട്ടിനാണ്. ഇതിൽ എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ 0 1 2 3 4 5 6 7 ആണ്. സോ സമ്മിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 1 2
then 4, then 7. So summation m of 1 to 4 7 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പാൻഡഡ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡീകോഡറിൽ ചെയ്ത അതേപോലെ തന്നെ. ഇനി സി ഔട്ട് നോക്കിയാൽ അതിൽ വന്നിരിക്കുന്നത് 3, then 5, then 6, then 7. So summation m of SOP ഫോമിൽ 3, 5, 6, 7 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ സം ഓഫ് പ്രോഡക്റ്റ് ഫോമിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സിന് ഈ മിൻ ടേംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1:8 ഡിമക്സിലെ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. സോ 1:8 ഡിമക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ഒരു ഇൻപുട്ടും 8 ഔട്ട്പുട്ടുകളുമാണുള്ളത്. 1:8 ഡിമക്സ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് 3 സെലക്ട് ലൈൻസും ആണുള്ളത്. ആ 3 സെലക്ട് ലൈൻസ് നമ്മുടെ ABCനായിരിക്കണം. കാരണം ABCൻ്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻപുട്ട് പല ഔട്ട്പുട്ട് ലൈൻസിലേക്ക് സെലക്റ്റഡ് ആവുന്നത്. ഇവിടെ 0 to 7 വരെ എഴുതി 1:8 ഡിമക്സിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരച്ചു. ഇനി മിൻ ടേംസ് നോക്കുക. നമ്മൾ നേരത്തെ ചെയ്ത ഡീകോഡർ പോലെയുള്ള അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. 1, 2, 4, 7 ആണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ലൈൻസ് നോക്കുക. 1, 2, 4, then 7. ഇത് 4 എടുത്ത് നമ്മൾ ഓറിലേക്ക് കണക്ട് ചെയ്ത് സം കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ക്യാരി ഔട്ടാണ്. സോ ക്യാരി ഔട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് 3, 5, 6, 7 ആണ് വേണ്ടത്. സോ ദിസ് ഇസ് 3, 5, 6, 7. ഇത്രയും ഔട്ട്പുട്ട്സിനെ നമ്മൾ സി ഔട്ടിലേക്ക് ഓർ ഗേറ്റ് വഴി കണക്ട് ചെയ്യാം. ഇത് വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് അതിൻ്റെ ഓവറോൾ സ്ട്രക്ചർ എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ട്രൂത്ത് ടേബിളും അതുപോലെ തന്നെ എക്സ്പ്രഷനും മറക്കാതെ എഴുതുക. അതിനുശേഷം സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ആ ഓവറോൾ തന്നിരിക്കുന്ന സർക്യൂട്ടിൻ്റെ ഏത് പർട്ടിക്കുലർ സർക്യൂട്ട് വെച്ചാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. അതിനുശേഷം സമ്മിൻ്റെയും ക്യാരിയുടെയും എക്സ്പ്രഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസ് ഏതാണോ അത് കണക്ട് ചെയ്ത് എഴുതുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെരിലോഗ് ഡിസ്ക്രിപ്ഷൻ ഫോർ എ 1-bit ഫുൾ ആഡർ സർക്യൂട്ട്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഇത് 1-bit ഫുൾ ആഡർ സർക്യൂട്ടാണ്. അപ്പോൾ 5 മാർക്കും വെരിലോഗ് കോഡ് എഴുതാനല്ല. ആൻഡ് ഏതൊരു വെരിലോഗ് കോഡ് എഴുതാൻ തന്നാലും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട് മിനിമം വരച്ച ശേഷം മാത്രം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. കാരണം സർക്യൂട്ടിലുള്ള വേരിയബിൾസ് തന്നെയാണ് നമ്മൾ വെരിലോഗ് കോഡിലും എഴുതുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട്, ഫുൾ ആഡർ സർക്യൂട്ട്. 3 ഇൻപുട്ട്സ് ഉണ്ട്, A, B, C. അതിൽ AB XOR ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് A XOR B. A XOR B യെ വീണ്ടും XOR ചെയ്തിട്ടാണ് സം. സോ എക്സ്പ്രഷൻ ഫോർ സം എന്ന് പറയുന്നത് A XOR B XOR C in ആണ്. അതേപോലെ ക്യാരി ഔട്ട്. ക്യാരി ഔട്ടിന് ഫസ്റ്റ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന A XOR B ഇൻറ്റു C in ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് A XOR B ഇൻറ്റു C in. അടുത്തത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് B XOR A XOR B ഇൻറ്റു C in ആണ്. നെക്സ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് എയും അതുപോലെ ബിയും ആണ്. സോ സി ഔട്ട് എന്ന് പറയുന്നത് A XOR B ഇൻറ്റു C in പ്ലസ് AB ആയിരിക്കും. ഇത് A XOR B XOR C in ആണ് നമ്മുടെ സം. ഇപ്പോൾ സമ്മിൻ്റെ എക്സ്പ്രഷൻ ഇത്ര എക്സ്പാൻഡഡ് ആയിട്ട് എഴുതണമെന്നില്ല. നമുക്ക് ഡയറക്റ്റ് സർക്യൂട്ട് വരയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നേരിട്ട് എക്സ്പ്രഷൻ എഴുതാവുന്നതാണ്. പിന്നെ അതേപോലെ ക്യാരി ഔട്ടും സിമിലർ ആയിട്ട് എക്സ്പ്രഷനായിട്ട് എഴുതുക. സോ എസ് നമുക്ക് എഴുതുമ്പോൾ A XOR B XOR C ഓൾറെഡി ഡയഗ്രത്തിൽ നിന്ന് കിട്ടി. സി ഔട്ട് A XOR B ഇൻറ്റു C in പ്ലസ് AB എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡാറ്റ ഫ്ലോ മോഡലിംഗ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം വൺസ് ഒരു എക്സ്പ്രഷൻ നമുക്ക് ബൂളിയൻ എക്സ്പ്രഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം ഡാറ്റ ഫ്ലോ വെച്ചിട്ട് മോഡൽ ചെയ്യാനാണ്. ഇപ്പം മൊഡ്യൂൾ നെയിം ഫുൾ അണ്ടർസ്കോർ ആഡർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൊഡ്യൂൾ നെയിം, ദിസ് ഇസ് അവർ മൊഡ്യൂൾ നെയിം. ഈ മൊഡ്യൂൾ നെയിമിൻ്റെ ഉള്ളിലായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കൊടുത്തിരുന്ന ഔട്ട്പുട്ട് കോമ ഇൻപുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഏത് ഓർഡറിൽ വേണമെങ്കിലും കൊടുക്കാം, ബട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഇവിടെ ആദ്യം ഇൻപുട്ടുകൾ കൊടുത്തിട്ടാണ് ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങളിവിടെ കൊടുക്കുന്നത് താഴെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ഡിക്ലറേഷൻസ് ഡിഫൈൻ ചെയ്യുമ്പോൾ അതേ ഓർഡർ തന്നെ കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ A B C in ആണ് നമ്മുടെ ഇൻപുട്ട്, സമ്മ് C ഔട്ടും ആണ് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ഡിക്ലറേഷൻസ് ഇവിടെ കൊടുത്തു. ദിസ് ഇസ് IO പോർട്ട് ഡിക്ലറേഷൻ. ഇൻപുട്ട് A, B, C in ഒരുമിച്ച് കൊടുക്കാം. ഔട്ട്പുട്ട് സ്പേസ് ഔട്ട്പുട്ടിൻ്റെ വേരിയബിൾസ് സം C ഔട്ട്. പിന്നെ നമ്മുടെ കീവേഡുകൾ ഡാറ്റ ഫ്ലോ മോഡലിംഗിൽ യൂസ് ചെയ്യുന്ന കീവേഡ് അസൈൻ ആണ്. സോ അസൈൻ സ്പേസ് നമ്മുടെ ഔട്ട്പുട്ട് വേരിയബിൾ സം ഈക്വൽ ടു
എക്സ്പ്രഷൻ കൊടുക്കാം. ഇവിടെ നമുക്ക് എക്സ്പ്രഷൻ ഏതാണ്? എ എക്സോർ ബി എക്സോർ സി. സോ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു എക്സോർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ റേസ് ടു ആയിട്ടുള്ള ഒരു സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഒന്നും തന്നെ വെരിലോഗിൽ യൂസ് ചെയ്യുന്നില്ല. സോ സെപ്പറേറ്റ് ഓപ്പറേറ്റേഴ്സാണ് അതിനുള്ളത്. അപ്പോൾ വെരിലോഗ് യൂസ് ചെയ്യുന്ന എക്സോർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് എ എക്സോർ ബി എന്നുള്ളതിന് എ എക്സോർ ബി വെരിലോഗ് ഓപ്പറേറ്റർ വെച്ച് കൊടുത്തു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. വീണ്ടും എക്സോർ സി എന്നാണ്. അപ്പോൾ ഇവിടെയും പ്രിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഏത് ഓർഡറിലാണ് ഫസ്റ്റ് ഏതിനാണ് പ്രിഫറൻസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് പുട്ട് എ സെമി കോളൻ. അതിനുശേഷം അസൈൻ സി ഔട്ട് ഈക്വൽ ടു എ എക്സോർ ബി ഇൻറ്റു സി ഇൻ എന്നുള്ളതിന് ആൻഡ് സി എന്ന് കൊടുത്തു. എ എക്സോർ ബി ആദ്യം ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തു ആൻഡ് സി ഇൻ. അതിനുശേഷം പ്ലസ് എ ബി, അതായത് ഇത് ഫുൾ ഫംഗ്ഷൻ ചെയ്ത ശേഷം മാത്രമാണ് എ ആൻഡ് ബി ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്തു. ഇത് പൈപ്പ് സിമ്പിളാണ്, ഓറിന് യൂസ് ചെയ്യുന്നതാണ് എ ആൻഡ് ബി. അപ്പോൾ ഫുൾ എക്സ്പ്രഷൻ കംപ്ലീറ്റ് ആയി, സെമിക്കോളം കൊടുത്തു, എൻഡ് മൊഡ്യൂൾ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വെരിലോഗ് കോഡ് റെഡിയാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ തേർഡ് മൊഡ്യൂൾ. So thanks for watching once.